السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൻ്റെ ദർസുകളിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ആദ്യത്തെ 2 അധ്യായമാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഒന്നാമത്തെ അധ്യായം തൗഹീദ് വാജിബാണ് എന്നറിയിക്കുന്ന അധ്യായമാണ്. കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആമുഖം എന്നോണമാണ് ആ ആയത്തുകളും ഹദീസുകളും കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം തൗഹീദ് ഒരാൾക്ക് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് മുഴുവൻ ജനങ്ങളോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തൗഹീദ് നിർബന്ധമാണ്, അതിനാണ് ആദ്യ സ്ഥാനം എന്നറിയിക്കുന്ന തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് 2ാമത്തെ അധ്യായത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞത് ഫദ്ലു തൗഹീദാണ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കി, തൗഹീദ് ഉണ്ടായാൽ മാത്രമാണ് ഒരാൾക്ക് ശാശ്വതമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നത്. തൗഹീദ് ഉണ്ടായാൽ മാത്രമാണ് എന്ത് തിന്മകൾ സംഭവിച്ചു പോയാലും ഒരാൾക്ക് സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കാൻ സാധിക്കുന്നത്. ആ തൗഹീദ് ഇല്ല എങ്കിൽ മറ്റെന്ത് നന്മകൾ ഒരാളിൽ ഉണ്ടായാൽ പോലും അതൊന്നും തന്നെ ഒരാൾക്ക് ഉപകരിക്കുകയില്ല എന്നും ശാശ്വതമായ നരകം അയാൾക്ക് നിർബന്ധമാകുമെന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ബാബു മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്. ബാബ് ഒരു അധ്യായമാണ്. ഈ അധ്യായം ഇതിനെ കുറിച്ചാണ്. മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്. ആരാണോ തൗഹീദ് സാക്ഷാത്കരിച്ചത് അവൻ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നിന്നും ഈ അധ്യായത്തിൻ്റെ വ്യത്യാസം എന്താണ്? തൗഹീദ് സാക്ഷാത്കരിച്ചാൽ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കും, അവന് ഹിസാബ് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ അധ്യായത്തിലും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യായം ഒരു ആവർത്തനമാണോ, അതല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായവുമായി എന്ത് വ്യത്യാസമാണ് ഈ അധ്യായത്തിനുള്ളത്? മഹാന്മാരായ ശാരിഹീങ്ങൾ, ഈ കിതാബിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ അധ്യായത്തിൽ ഇദ്ദേഹം വിശദീകരിച്ചത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായിട്ട് തൗഹീദിനെ പറയുകയാണ്. അവിടെ ഒരാൾ സ്വർഗത്തിൽ ഇബ്തിദാഅൻ ആരംഭത്തിൽ തന്നെ പ്രവേശിക്കുക എന്ന കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് തൗഹീദ് ഉണ്ട് എങ്കിൽ അവൻ സ്വർഗം നിർബന്ധമാണ്, അവൻ നരകത്തിൽ ശാശ്വതനാവുകയില്ല എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല, നരകത്തിൽ ശാശ്വതനായിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദ് ഒരു കടുകുമണിയോളമാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ അവസാനം അവന് പുറത്തു കൊടുക്കുകയും അവൻ സ്വർഗത്തിൽ പിന്നീട് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്നത്, തൗഹീദ് ഒരാൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവന് നരകം സ്പർശിക്കുകയേയില്ല. അല്ല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിചാരണ പോലും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുക്കും. അള്ളാഹു അവനെ അങ്ങനെ പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് അദ്ദേഹം ഈ അധ്യായത്തിലൂടെ ചില തെളിവുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു മുഅ്മിൻ എങ്ങനെയാണ് അവൻ്റെ തൗഹീദിനെ സാക്ഷാത്കരിക്കേണ്ടത്, എങ്ങനെയാണ് അവൻ ഒരു നരകത്തിൻ്റെ ഒരു തീച്ചൂട് പോലും ഏൽക്കാതെ അവൻ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അതിനവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അദ്ദേഹം ഈ അധ്യായം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 2 ആയത്തുകളും ഒരു ഹദീസുമാണ്, സുദീർഘമായ ഒരു ഹദീസുമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമതായി അദ്ദേഹം ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചില വിശേഷണങ്ങളാണ്.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിനെ സാക്ഷാത്കരിച്ച ഒരാളാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ടായ ചില വിശേഷണങ്ങൾ അദ്ദേഹം ഒരായത്തിലൂടെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ വിശേഷണങ്ങൾ നാമും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണ് എങ്കിൽ നമ്മുടെ തൗഹീദിനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും വിചാരണ കൂടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ആയത്ത്? അദ്ദേഹം പറയുന്നു, വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രികീൻ. സൂറത്തുൻ നഹ്ലിലെ 120-ാമത്തെ ആയത്താണത്. ഇന്ന ഇബ്രാഹീം, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, അദ്ദേഹം ഒരു ഇമാമായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യങ്ങളിലും വഴിപ്പെടുന്ന ഒരാളായിരുന്നു. ഹനീഫൻ, അദ്ദേഹം ഋജുമനസ്കനായിരുന്നു. ഷിർക്കിന്റെ ലാഞ്ചന പോലുമില്ലാതെ സദാ തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്നയാളായിരുന്നു. വലം യകുൻ മിനൽ മുശ്രികീൻ, അദ്ദേഹം ഒരിക്കലും ഷിർക്കിന്റെ വക്താവായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ബഹുദൈവ ആരാധകർ, അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ വലിയ കാര്യത്തോടെ കണ്ടിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകനായിട്ട് തന്നെ കാണുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദീനിലായിരുന്നില്ല. അതായത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുടെ ദീനിലായിക്കൊള്ളണമെന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്നേഹിച്ചിരുന്നു, മഹത്വപ്പെടുത്തിയിരുന്നു, അദ്ദേഹത്തെ പ്രത്യേകം സ്ഥാനം കൽപ്പിച്ചിരുന്നു. പക്ഷേ അല്ലാഹു തആല ഒരു നബിക്ക് കൊടുക്കേണ്ട സ്ഥാനമല്ല അവർ കൊടുത്തത്. ഒരു നബിക്ക് കൊടുക്കേണ്ട സ്ഥാനം ആ നബി പറയുന്ന കാര്യം ശിരസാ വഹിക്കലാണ്, അതുപോലെ കേൾക്കലാണ്. ആ നബി ആരാധിക്കലല്ല, ആ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കുകയല്ല, ആ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കലല്ല. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയാണ് ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഷിർക്കിനെതിരെ അഹോരാത്രം പണിയെടുത്ത ആളാണ്, ഷിർക്കിനെതിരെ രാവും പകലും പണിയെടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഏതൊരു ഷിർക്കിനെയാണോ വിലക്കിയിട്ടുള്ളത് ആ ഷിർക്ക് തന്നെ ചെയ്തുകൊണ്ടാണ് അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞത്. അത് അവർക്ക് ഉപകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം ഈ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ഷിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല, ഇബ്രാഹിം തൗഹീദിന്റെ വക്താവാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞത് കാണാം. നോക്കൂ എന്തൊക്കെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശേഷണമായി ഈ ആയത്തിൽ പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഉമ്മത്ത് എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. സമുദായം എന്ന് പറയാറുണ്ട്. മുസ്ലിം ഉമ്മത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ മുസ്ലിം സമുദായം എന്നാണ് നമ്മൾ അതിനർത്ഥം പറയാറുള്ളത്. എന്നാൽ അതിന് പ്രധാനപ്പെട്ട മറ്റൊരർത്ഥം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇമാമൻ മത്ബൂ, കാന ഇമാമൻ മത്ബൂഅൻ, അദ്ദേഹം പിന്തുടരപ്പെടുന്ന ഒരു ഇമാമായിരുന്നു എന്നാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമുൽ മുവഹിദീനാണ്, മുവഹിദീങ്ങളുടെ ഇമാമാണ്. ഓരോ മുഅ്മിനിനും ഓരോ വിശ്വാസിക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇമാമായി സ്വീകരിക്കൽ നിർബന്ധമായ ബാധ്യതയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമായി സ്വീകരിച്ചതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് നാം ഒരു ദിവസം പോലും പറയാത്തതായിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്മരിക്കാതെ ഒരു ദിവസം പോലും, ഒരു നിസ്കാരം പോലും നമുക്ക് കടന്നു പോകുന്നില്ല. നമ്മൾ ഓരോ നിസ്കാരത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മേൽ സ്വലാത്തും അതുപോലെ ബറക്കത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വലാത്ത് ചെയ്തതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യണം, ബറക്കത്ത് ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യണം എന്നെപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ നമ്മൾ സ്മരിക്കാറുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉമ്മത്തായിരുന്നു എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു പിന്തുടരപ്പെടുന്ന ഒരു ഇമാമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന ഇബ്രാഹിമ കാന ഇമാമൻ മത്ബൂഅൻ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിന്തുടരപ്പെടുന്ന ഒരു ഇമാമായിരുന്നു. പിന്തുടരപ്പെടുന്ന ഒരു ഇമാമിന്
എന്ത് ഗുണമാണ് ഉണ്ടാകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വജഅൽനാ മിൻഹും അഇമ്മ, നാം ഇതാ അവരിൽ നിന്നും ഇമാമുമാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പനകൾക്കനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണ്, സന്മാർഗത്തിൻ്റെ വഴിയിൽ ചലിക്കുന്ന ആളുകളാണ്. ലമ്മ സബറു, അവർ ക്ഷമിച്ചപ്പോഴാണ്. വകാനു ബി ആയാതിനാ യുഖിനൂൻ, അവർ നമ്മുടെ ആയാത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളാണ് എന്നാണ്. ഒരു ഇമാമത്ത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ 2 വിശേഷണമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്നും പണ്ഡിതന്മാർ തെളിവ് പിടിച്ചതായി കാണാൻ സാധിക്കും. വൽ ഇമാമത്തു ലാ തുനാലു ഫിദ്ദീനി ഇല്ലാ ബിൽ യഖീനി വസ്സബർ. ഇമാമത്ത് ദീനിൽ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ, ദീനിൻ്റെ നേതൃത്വം, ദീനിൽ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് വിശ്വാസ കാര്യങ്ങളിൽ യഖീൻ ഉണ്ടായിരിക്കണം, ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ സ്വബറും ഒരാൾക്ക് വേണം, ക്ഷമ നന്നായിട്ട് വേണമെന്നാണ്. ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ്. ഒന്ന് സ്വബർ ഉണ്ടായിരിക്കുക, ജീവിതത്തിൽ ക്ഷമയുണ്ടായിരിക്കുക. അതുപോലെ തന്നെ യഖീൻ ഉണ്ടായിരിക്കുക, അവൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ അവൻ നല്ല ഉറപ്പുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള ആളായിരുന്നു എന്നാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായി. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ യഖീൻ ഉണ്ടാകുന്ന, ഉറപ്പുണ്ടാകുന്ന കാര്യങ്ങളിൽ അവൻ പരിശ്രമിക്കണം. അതിനിളക്കമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ ബഹുദൂരം മാറി നിൽക്കണം. അതുപോലെ ദീനിൻ്റെ എല്ലാ മേഖലകളിലും, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ അങ്ങേയറ്റം ക്ഷമ പാലിക്കുന്ന ആളായിരിക്കണം. എങ്കിലാണ് നമുക്ക് ഇമാമൻ മത്ബൂഅൻ, പിന്തുടരപ്പെടുന്ന ഒരു ഇമാമാകാൻ സാധിക്കുകയുള്ളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ ഇമാമത്ത് ലഭിച്ചത് ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ്. വിശ്വാസത്തിലുള്ള അചഞ്ചലമായ ദൃഢത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ക്ഷമ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ പലകുറി കേട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. തൗഹീദിന് വേണ്ടി അദ്ദേഹം ക്ഷമിച്ച, അദ്ദേഹം പ്രയാസപ്പെട്ട ആ കഥകൾ നമുക്കറിയാം. എന്തുമാത്രം പ്രയാസങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ വധിക്കാൻ പല രൂപത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ക്ഷമയോടെ ദീനിൻ്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാകട്ടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുവഹിദീങ്ങൾ ഓർക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഇമാമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയുണ്ടായി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുണ്ടായി എന്നാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരനായി റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ സ്വീകരിച്ചു. ഒന്നാമത്തെ കാര്യം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ എന്നാണ്. അദ്ദേഹം ക്ഷമയും യഖീനുമുള്ള ഒരു ഇമാമായിരുന്നു. അതുകൊണ്ട് ആ ഗുണം നമ്മളും പിൻപറ്റണം. അത് നമ്മൾ പിൻപറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ വിശേഷണങ്ങൾ നമുക്ക് എടുത്തു പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് ഖാനിതൻ ലില്ലാഹ്, അദ്ദേഹം അള്ളാഹുവിനോട് ഖാനിത്തായിരുന്നു എന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാന മുൻഖാദൻ ലില്ലാഹ് വമുദാവമൻ അലാ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല വമുക്സിറൻ മിനത് ത്വാആതി വത്തഖറുബ്. ഒന്നാമതായി കാന മുൻഖാദൻ ലില്ലാഹ്, അള്ളാഹുവിന് അവൻ ഇൻഖിയാദ് നടത്തുന്നവനാണ്, വിധേയപ്പെടുന്നവനാണ്. അവൻ്റെ ശരീരത്തെയും അവൻ്റെ മനസ്സിനെയും ചിന്തകളെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകണം. എങ്കിലേ തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കണമെന്ന് പറയാം. അവൻ്റെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും അവനുണ്ടാകും, പല താല്പര്യങ്ങളും അവനുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനോട് വിധേയപ്പെടുന്ന ഘട്ടങ്ങളിൽ അവൻ്റെ ആഗ്രഹങ്ങളെ, അവൻ്റെ ദേഹേച്ഛകളെ ബലിയെറുക്കുകയും അവൻ ഈ തൗഹീദിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി അവൻ അതിന് വിധേയപ്പെടുകയും ചെയ്തു. വമുദാവമൻ അലാ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനുള്ള അനുസരണയിൽ അവൻ അത് പതിവാക്കുന്നവനാണ്. ഒരു പ്രത്യേക സീസണിൽ മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്നവനല്ല, മറിച്ച് എല്ലാ കാലത്തും അള്ളാഹുവിനുള്ള അനുസരണയിൽ അവൻ തുടർച്ചയായി കൊണ്ടുപോകുന്നവനാണ്. വമുക്സിറൻ മിനത് ത്വാഅതി വത്തഖറുബ്, അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്ന പുണ്യങ്ങളിലും മറ്റുമൊക്കെ അവൻ അതിനെ വർദ്ധിപ്പിക്കുന്നവനായിരിക്കും, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാണ് ഖാനിതൻ എന്ന് പറയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും തൻ്റെ ദേഹേച്ഛകളെ ബലിയർത്തുകൊണ്ട് വിധേയപ്പെട്ടവനായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൽ സുന്നത്ത് കർമ്മം നിശ്ചയിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് 80 വയസ്സുള്ളപ്പോഴാണെന്ന് കാണാൻ സാധിക്കും. 80 വയസ്സുള്ളപ്പോഴാണ് ആ നിയമം ദീനിൽ വരുന്നത്. ആ പ്രായത്തിലും ആ നിയമം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അതിനെ കൂട്ടാക്കാതിരുന്നിട്ടില്ല. മറിച്ച് ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ആ കാര്യം ഒരു കത്തി എടുത്തുകൊണ്ട്
അത് വെട്ടിക്കളയുകയും അതിൻ്റെ ആ തൊലി നീക്കിക്കളയുകയും അള്ളാഹുവിൻ്റെ ദീനിലുള്ള നിയമം അദ്ദേഹം പാലിക്കുകയും ചെയ്തു എന്നാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അദ്ദേഹം കാന മുഖാദൻ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിന് എപ്പോഴും വിധേയപ്പെടുന്നവരാണ്. ഒരാൾക്ക് തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ അവൻ ഈ ഗുണമുണ്ടാക്കണം. പതിവായി അവൻ നന്മകളിൽ പതിവാക്കണം. ചില ഘട്ടങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ മാത്രം പതിവാക്കിയാൽ പോരാ, എല്ലായ്പ്പോഴും അതുപോലെ എപ്പോഴും നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലാണ് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഗുണമായി പറയുന്നത് ഹനീഫ, അദ്ദേഹം ഹനീഫായിരുന്നു എന്നാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ചാഞ്ഞു നിൽക്കുന്നവൻ എന്നാണ്. ചാഞ്ഞു നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ തെറ്റിപ്പോകുന്നവൻ എന്നാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്പം ചെരിവുള്ളവൻ എന്നാണ്, നേരെയുള്ളവനല്ല. ചെരിവുണ്ട്, ഡീവിയേഷനുണ്ട്, അല്പം ചെരിവുണ്ട്. പക്ഷെ ആ ചെരിവ് എങ്ങോട്ടാണ്? എല്ലാ ചെരിവുകളും തെറ്റല്ല, ചില ചെരിവുകൾ നന്മയാണ്. ഈ ചെരിവ്, അദ്ദേഹത്തിൻ്റെ ചെരിവ്, അത് തൗഹീദിലേക്കുള്ള ചെരിവാണ്. അഥവാ അദ്ദേഹം നന്മയിലേക്കാണ് എപ്പോഴും ചാഞ്ഞു നിൽക്കുക. തിന്മയിലേക്ക് അതിൻ്റെ ലാഞ്ചന അദ്ദേഹത്തെ തട്ടുകയില്ല. നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവനാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മാഇലം മിന ശിർകി ഇല തൗഹീദ്, ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവനാണ്. വഅനിൽ മഅസിയത്തി ഇല ത്വാഅ, അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവനാണ്. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഷിർക്കിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന ഉണ്ട് എന്ന് കണ്ടാൽ അതിലേക്ക് അദ്ദേഹം തിരിയുകയില്ല. തൗഹീദിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും, അങ്ങോട്ടേക്ക് തന്നെ ചാഞ്ഞിട്ടുണ്ടാകും. അത് തൗഹീദിലേക്കാണ് എപ്പോഴും ചാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നേരെ കൂടിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ സാധ്യത ഉള്ളതുപോലെയല്ല, തൗഹീദിലേക്ക് തന്നെ ചാഞ്ഞു നിൽക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നന്മയുടെയും തിന്മയുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. രണ്ടിലേക്കും വീഴാൻ പോകുന്നത് പോലെയല്ല, നന്മയിലേക്ക് തന്നെ ചാഞ്ഞു നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകൃതി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹനീഫൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പറഞ്ഞത് 3 വിശേഷണങ്ങളാണ്. 1 അദ്ദേഹം ഇമാമാണ്, 2 അദ്ദേഹം ഖാനിത്താണ്, 3 അദ്ദേഹം ഹനീഫാണ്. ഇമാം എന്ന് പറയുന്ന വിശേഷണത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ യഖീനും ജീവിതത്തിൽ സ്വബറും ഉണ്ടാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഖാനിത്തൻ എന്ന് പറയുന്നതിൽ പുണ്യങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുകയും അത് പതിവാക്കുകയും അള്ളാഹുവിൻ്റെ ഏതേത് നിയമങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഹനീഫൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെ ഒരു ലാഞ്ചനയിലേക്ക് പോലും അവൻ തെറ്റിപ്പോകാതെ എപ്പോഴും തൗഹീദിലേക്ക് മാത്രം ചാഞ്ഞു നിൽക്കുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിനുണ്ടായത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. പണ്ഡിതന്മാർ ഇതിൽ നിന്നും ഒരാൾക്ക് തൗഹീദ് സാക്ഷാത്കരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലൊന്നാമതായി വേണ്ടത് ഒരാൾക്ക് ഇൽമാണ്. ഇൽമ ഒരാൾക്ക് വേണം. തൗഹീദിനെ കുറിച്ചിട്ടുള്ള ഇൽമ ഒരാൾക്ക് വേണം. തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ തൗഹീദിനെ കുറിച്ചിട്ടുള്ള പഠനം ഒരാൾക്ക് അത്യാവശ്യമാണ്. അതല്ലാതെ ഒരാൾക്ക് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. തൗഹീദിനെ കുറിച്ച് പഠിക്കണം. എവിടുന്നാണ് പഠിക്കേണ്ടത്? ഖുർആനിലും ഹദീസുകളിലും തൗഹീദിനെ കുറിച്ച്, അതിൻ്റെ വിരുദ്ധമായ ഷിർക്കിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതവൻ പഠിക്കണം. മറ്റു കാര്യങ്ങൾ പോലെയല്ല. തൗഹീദിൻ്റെ കാര്യം പഠിക്കാൻ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് നീ എന്ത് ചെയ്യണം? പഠിക്കണം, നീ മനസ്സിലാക്കണം. തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന കാര്യം നീ വെറുതെ കേട്ടാൽ പോരാ, നീ വെറുതെ ഒന്ന് അറിഞ്ഞാൽ പോരാ, അത് മനസ്സിലാക്കി പഠിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ ഒന്നാമത് അത് സാധിക്കുക ഇന്നമാ യകൂനു ബിൽ ഇൽം, ഇൽം ഒരാൾക്ക് വേണം. രണ്ടാമത് വൽ യഖീൻ, യഖീനുൽ ഖൽബ് വേണം. ഹൃദയത്തിൽ വിശ്വാസം അവൻ അടിയുറച്ച് തന്നെ നിൽക്കണം. മൂന്നാമത്തത് സാധിക്കുമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് വനുത്ഖുൽ ലിസാനി മഅൽ ഖുദ്റ, സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ അതവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അത് ഉറച്ചു പറയണം. നാലാമതായി ഇവർ പറയുന്നത് വൽ അമലു ബിത് തൗഹീദി ബി അസ്ലിഹി വ കമാലിഹി, തൗഹീദ് കൊണ്ട് അവൻ പ്രവർത്തിക്കണം, അതിൻ്റെ അടിസ്ഥാനവും പൂർത്തീകരണം. തൗഹീദിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തൗഹീദിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരു കാര്യത്തിലും അവൻ പ്രവർത്തിക്കാൻ പാടില്ല. തൗഹീദിൽ തെറ്റിപ്പോകുന്ന ഒരു കാര്യത്തിലും 3 തൗഹീദുകൾ, തൗഹീദുർ റുബൂബിയ്യ ആകട്ടെ, ഉലൂഹിയ്യ ആകട്ടെ, അസ്മാ വ സിഫാത്ത് ആകട്ടെ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ വെച്ച് അവൻ പ്രവർത്തിക്കണം. അതിൻ്റെ പൂർത്തീകരണങ്ങൾ, അതായത് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക പോലെയുള്ള കാര്യങ്ങളിൽ അവൻ പൂർണ്ണമായും ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വലുതും ചെറുതുമായ മുഴുവൻ ശിർക്കുകളിൽ നിന്നും അവൻ മാറി നിൽക്കണം. ഈ രൂപത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? തൗഹീദിൽ, ദീനിൽ അവന് തഹ്ഖീഖ് ചെയ്യാൻ സാധിക്കും, സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതുപോലെ വൽ അമലു ബി മുഖ്തദ തൗഹീദ്, തൗഹീദിൻ്റെ അനിവാര്യമാക്കുന്ന ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് തൗഹീദിനെ
അനിവാര്യമാക്കുന്ന കാര്യമാണ്. കാരണം തൗഹീദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിധേയപ്പെടലാണ്. ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിധേയപ്പെടലും ചില കാര്യങ്ങൾ നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റലുമല്ല. അത് തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്, അതല്ലെങ്കിൽ തൗഹീദിൻ്റെ മാറ്റു കുറച്ച് കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് തൗഹീദ് അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്യണം. തൗഹീദ് അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അനിവാര്യമാക്കുന്നുണ്ട്. അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ഒരാൾ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ തൗഹീദിന്റെ സാക്ഷാത്കാരണത്തിൽപ്പെട്ടതാണ് അതിന് ഇൻഖിയാദ്, അയാൾ തൗഹീദിനെ വിധേയപ്പെടുന്നു എന്നതിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് അത്തൗബതു ഇൻദൽ വുഖൂഇ ഫിദ്ദംബ്. പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ അവൻ തൗബ ചെയ്യുക എന്നുള്ളത്. പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യുക. അവിടെ അവർ പറയുകയാണ് തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന് ഒരിക്കലും പാപങ്ങൾ അതിന് തടസ്സമല്ല. എന്ന് വെച്ചാൽ ഒരാൾക്ക് പാപം സംഭവിക്കാതിരിക്കുക എന്നുള്ളതല്ല കാര്യം, പാപങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ തൗബ ചെയ്യുക എന്നതിലാണ് കാര്യം. അങ്ങനെയുള്ള ആളുകൾക്ക് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ തിന്മകൾ സംഭവിച്ചു പോയാൽ അതിൽ അടിയുറച്ചു നിൽക്കുകയില്ല, ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുകയില്ല. ഉടനെ തന്നെ അവൻ എന്ത് ചെയ്യും? അതിൽ നിന്നും തിന്മയിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട്, അതിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് എപ്പോഴെല്ലാം അവന് തിന്മകൾ സംഭവിച്ചോ ഉടനെ അവൻ തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. അതല്ലാതെ തൗഹീദ് സാക്ഷാത്കരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മലായിക്കത്തുകളല്ല, മലക്കുകളാവുക എന്നുള്ളത് മനുഷ്യർക്ക് സാധിക്കുകയില്ല. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകൾക്ക് അവർക്ക് തിന്മകൾ ഉണ്ടായിരിക്കും, പക്ഷേ ആ തിന്മ സംഭവിച്ചാൽ ഉടനെ തന്നെ അത്തൗബതു ഇൻദൽ വുഖൂഇ ഫിദ്ദംബ്, ദംബ് സംഭവിക്കുമ്പോൾ, പാപങ്ങൾ സംഭവിക്കുമ്പോൾ ഉടനെ അവൻ തൗബ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവൻ്റെ ഖൽബ് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ തഅല്ലുഖ് ചെയ്ത് ബന്ധിപ്പിച്ചിട്ടവനായിരിക്കും. അവൻ്റെ ഖൽബ് തവക്കുൽ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുന്ന സ്വഭാവമാണ് അവനുണ്ടാവുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അവൻ തൗഹീദ് സാക്ഷാത്കരിച്ചു എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം ഇതിനെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ തൗഹീദ് സാക്ഷാത്കരിക്കണം എന്നറിയാൻ ചോദിച്ചാൽ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ, വളരെ എളുപ്പമുള്ള രൂപത്തിൽ ഒരാളോട് പറയണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം. തൗഹീദ് സാക്ഷാത്കരിക്കുക, അതിൻ്റെ പൂർത്തീകരണത്തിൽ ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ ഇൻഹ ജംഉ ഖിസാലിൽ ഖൈരി ബിഹസബിൽ ഇംകാൻ, ഒരാൾക്ക് സാധിക്കുന്ന മുഴുവൻ ഖൈറുകളും അവൻ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. എന്തെല്ലാം നന്മയായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരാൾ ഒരുമിച്ച് കൂട്ടുക. ഐ അൻ യജ്മഅൽ ഖിസാലൽ ഖൈരി കുല്ലഹ, അതായത് മുഴുവൻ നന്മകളും അവൻ ഒരുമിച്ച് കൂട്ടുക. വദാലിക ഫി ജാനിബി ത്വാഅ ഫി ജാനിബി തർക്കിൽ മഅസിയ, അത് നന്മകളുടെ കാര്യത്തിലുമുണ്ട്, അതുപോലെ തിന്മകൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ. തിന്മകൾ ഉപേക്ഷിക്കുന്ന നന്മയാണ്. അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്യുക. എന്തെല്ലാം തിന്മയുണ്ടോ അതെല്ലാം ഒഴിവാക്കുക, എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം അവൻ ചെയ്യുക. ഫയജ്മഉ തൗഹീദ്, അവൻ തൗഹീദിനെ ഒരുമിപ്പിക്കുന്നു. വയജ്മഉൽ അമൽ ബിൽ വാജിബാത്ത്, അല്ലാഹു വാജിബാക്കിയ കാര്യങ്ങൾ അവൻ അത് പൂർണ്ണമായി ഒരുമിപ്പിക്കുന്നു. വൽ അമലു ബിൽ മുസ്തഹബ്ബാത്തി ബിഖദരിൽ ഇംകാൻ, ഇനി സുന്നത്തായ കാര്യം അവൻ സാധിക്കുന്ന അത്ര അവൻ ചെയ്യുന്നതായിരിക്കും. വസ്സലാമത്തു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്നും അവൻ വിട്ടുനിൽക്കും. വമിനൽ ബിദ്അഇ വൽ മആസി ബിഅൻവാഇഹ, എല്ലാ രൂപത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും, മാറി നിൽക്കും. ഇനി വഇദാ വഖഅ ഫിൽ മഅസിയ ബാദറ ബിത്തൗബ വതാബ ഇലല്ലാഹി അസ്സ വജൽ, ഇനി വല്ല തെറ്റും സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യും. തൗബ വൈകിപ്പിക്കുകയില്ല. സാക്ഷാത്കരിക്കുന്ന ആളുകൾ ഉടനെ തൗബ ചെയ്യും, അള്ളാഹുവിലേക്ക് മടങ്ങും. ഫഹാദ കമാലു തഹ്ഖീഖി തൗഹീദി വഹുവ അലൽ മറാത്തിബ്, ഇതാണ് തൗഹീദിന്റെ സാക്ഷാത്കരണത്തിന്റെ പൂർത്തീകരണം. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഈ ഒരു സ്ഥാനം ഒരാൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവൻ അമ്പിയാക്കളോടൊപ്പമുള്ള സ്ഥാനങ്ങളിലേക്ക്, അവരുടെ പാതകളിലേക്ക് അവൻ ഉയരാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരാണ് തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്ന തൗഹീദിന് വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളുണ്ട്. അതിലേറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഉന്നതിയിൽ ഉണ്ടാകുന്നത് നബിമാരാണ്, അമ്പിയാക്കളാണ്. പിന്നീട് ഉണ്ടാകുന്നത് ആ നബിമാരെ അതുപോലെ പിൻപറ്റി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഖാലിസായ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. ആ അമ്പിയാക്കളും അവരെ അതുപോലെ പിൻപറ്റുന്ന ആളുകൾക്കും ഈ ഒന്നാമത്തെ സ്ഥാനത്തിലെത്താൻ സാധിക്കും. അവർ തൗഹീദിനെ പൊളിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളാണ്. നാം പറഞ്ഞു അവിടെ ഒരിക്കലും തിന്മ സംഭവിക്കാത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. തിന്മ എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നുണ്ട്. അമ്പിയാക്കൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പാപ സുരക്ഷയുണ്ട്.
എന്നാൽ അവർക്ക് ചെറുപാപങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർ സംഭവിച്ചാൽ ഉടനെ അതിൽ നിന്ന് തെറ്റിൽ നിന്നും അവർ മാറി നിൽക്കുന്നതായിരിക്കും. എന്നാൽ അതല്ലാത്ത സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് ഇസ്മത്തില്ല, പാപ സുരക്ഷയില്ല. അവർക്ക് വൻ പാപങ്ങൾ തന്നെ സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഉടനെ തന്നെ ഖേദത്തോടുകൂടി അവർ അതിൽ നിന്നും ഒഴിവായി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ കാര്യങ്ങൾ ഒട്ടും പാഴാക്കുകയില്ല. അള്ളാഹു സുന്നത്താക്കിയ കാര്യങ്ങൾ സാധിക്കുന്നത്ര അവർ ചെയ്യും. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒന്നും അവർ ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കറാഹത്താക്കിയ കാര്യങ്ങൾ സാധിക്കുന്നത്ര അവർ അതിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ നന്മകളെല്ലാം ചെയ്തുകൊണ്ടുള്ള ജീവിതം, ഇതിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് അമ്പിയാക്കളുള്ളത്. പിന്നെ അവരെ തുടർന്നു വരുന്ന നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ. രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അത് മർത്തബത്തു തഹ്ഖീഖ് തൗഹീദ്. ഒന്നാമത്തത് മർത്തബത്തു കമാലു തഹ്ഖീഖ് തൗഹീദ് എന്നാണ്. തൗഹീദിന്റെ സാക്ഷാത്കരണത്തിന്റെ പൂർത്തീകരണമാണ്. രണ്ടാമത്തെ തൗഹീദിന്റെ സാക്ഷാത്കരണമാണ്. ഒന്നാമത്തെ പദവിയിൽ നിന്നും ഈ പദവിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവർ വാജിബുകളിൽ പലപ്പോഴും ഒതുങ്ങുന്നവരായിരിക്കും. അതിനു പുറമെയുള്ള സുന്നത്തായ കാര്യങ്ങളിൽ അവർ ചില വീഴ്ചകൾ അവർക്കുണ്ടാകും. ഒരുപാട് സുന്നത്തുകൾ അവർ ചെയ്യുകയില്ല. അതുപോലെ ഹറാമുകളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നതായിരിക്കും. പക്ഷേ അവർ കറാഹത്തായ കാര്യങ്ങളിൽ പലതും അവർക്ക് സംഭവിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് രണ്ടാമത്തെ ആളുകൾ. എന്നാൽ ഇവർ ഷിർക്കിന്റെ കാര്യത്തിലോ വലുതും ചെറുതുമായ പൂർണ്ണമായ മുഴുവൻ ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കും. അതുപോലെ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവുകയില്ല. അള്ളാഹു വാജിബാക്കിയ നിസ്കാരം പോലെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് പരിപൂർണമായി നിർവഹിക്കുന്നവരായിരിക്കും. ബിദ്അത്തുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഇവർ. എന്നാൽ തിന്മയുടെ കാര്യം നമ്മൾ ഒന്നാമത്തെ കമാൽ തൗഹീദ്, തൗഹീദിൽ തന്നെ തിന്മ ഉണ്ടാകരുത് എന്നുള്ള ഷർത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെയും അതില്ല. പക്ഷെ അത് സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യുന്ന സ്വഭാവം ഇക്കൂട്ടർക്കും ഉണ്ടാകും. ഇതാണ് രണ്ടാമത്തെ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന രണ്ടാമത്തെ തൗഹീദിന്റെ മർത്തബ. ഇതാണ് മർത്തബത്തു തഹ്ഖീഖ് തൗഹീദ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് മർത്തബത്തുൽ അമലു ബിത് തൗഹീദ് എന്നാണ്. ഇത് ഒരടിമ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും? തൗഹീദ് അതിന് കോട്ടം വരുത്തുന്നതായ, അതിൻ്റെ അടിസ്ഥാനത്തിന് കോട്ടം വരുത്തുന്നതായ കാര്യങ്ങളൊന്നും അവൻ എന്ത് ചെയ്യുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങൾ അവൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവന് ചിലപ്പോൾ ചെറിയ ശിർക്കുകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അവൻ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സത്യം ചെയ്യുക, അതല്ലെങ്കിൽ ഇന്ന ആളുടെ പേരിൽ സത്യം ചെയ്യുക, അതുപോലെ ചെറിയ ശിർക്കൊക്കെ അവർ സംഭവിച്ചേക്കാം. ഇങ്ങനെയുള്ള തിന്മകൾ സംഭവിക്കുന്ന ആളുകൾ അവർ തൗഹീദ് അവർക്ക് അപ്പോഴും ഉണ്ട്. തൗഹീദിന്റെ അടിസ്ഥാനം കൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അമല് ചെയ്തിട്ടുണ്ട്. തൗഹീദിന്റെ അടിസ്ഥാനം കൊണ്ട് അമല് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണതയിലേക്കോ സാക്ഷാത്കരണത്തിലേക്കോ അവർ എത്തിയിട്ടില്ല. തൗഹീദിന്റെ ഒരു മർത്തബയാണത്, അൽ അമലു ബി അസ്ലി തൗഹീദ്. തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ കൊണ്ട് അവർ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള മർത്തബകൾ സഹോദരങ്ങളെ തൗഹീദിന്റെ പദവികളിലുണ്ട്. ഇതിലെല്ലാ മർത്തബകളിലും തൗഹീദിന്റെ അടിസ്ഥാനം അത് ഉണ്ട്. തൗഹീദിന്റെ അടിസ്ഥാനം വിട്ടാൽ അങ്ങനെ ഒരു പിന്നെ പദവിയില്ല. പിന്നെ ഇസ്ലാമിൽ പിന്നൊരു പദവി അങ്ങനെയില്ല. തൗഹീദിന്റെ അടിസ്ഥാനം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ അവനൊരു താഴെക്കടയിലുള്ള ഒരു സ്ഥാനം പോലുമില്ല. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. ഏറ്റവും ഉന്നതമായ അമ്പിയാക്കളുള്ള ആ സ്ഥാനത്തെത്തുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിലാണ് നമുക്ക് ആ സ്ഥാനം നമ്മൾ അലങ്കരിക്കുമ്പോഴാണ്, ആ തഹ്ഖീഖ് തൗഹീദ് ചെയ്യുമ്പോഴാണ് ഇനി പറയാൻ പോകുന്ന ഹദീസുകളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് വിചാരണ കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അദ്ദേഹം ഇതിൽ കൊണ്ടുവരുന്നത് ഒരു ആയത്താണ്. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, അതിൻ്റെ അടിസ്ഥാനം പൂർത്തിയാക്കുന്ന ആളുകളുടെ ഒരു വിശേഷണമാണ് പറയുന്നത്. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖാല വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളല്ല. ഇത് തൗഹീദിന്റെ അടിസ്ഥാനമാണ് ഇവിടെ പറയുന്നത്. തൗഹീദിന്റെ അടിസ്ഥാനം അതിൽപ്പെട്ടതാണ്. വലുതും ചെറുതുമായ ഷിർക്കുകളിലൊന്നും തഹ്ഖീഖ് തൗഹീദിന്റെ അടിസ്ഥാനമാണ് ഈ ആയത്തിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു തഹ്ഖീഖ് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്, ഉന്നതമായ സ്ഥാനത്തിൽപ്പെട്ടതല്ലെങ്കിലും അതിന്റെ താഴെയുള്ള സ്ഥാനത്തിൽപ്പെട്ടതാണ്. വലുതും ചെറുതുമായ ഷിർക്കുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു നിലക്കുള്ള ഷിർക്കും അവർ ചെയ്യുകയില്ല. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, സഹായം തേടുകയുള്ളൂ. ഇനി അമലുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ, അവൻ്റെ പൊരുത്തമല്ലാതെ അത് മറ്റൊന്നും പ്രതീക്ഷിക്കുകയില്ല. പടപ്പുകളുടെ പുകഴ്ത്തലുകൾക്കോ പടപ്പുകളുടെ പ്രശംസകൾക്കോ അവൻ കാതോർക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയുള്ള ആളുകളായിരിക്കും അവർ. അവരാണ് വിജയികൾ. വിജയികളെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നതിനിടയിലാണ് അല്ലാഹു തആല അത് പറഞ്ഞത്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്.
അതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ 59-ാമത്തെ ആയത്തിൽ പറയുന്നത് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഈ വിജയിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു നിലക്കുള്ള ശിർക്കും അവർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൗഹീദ് അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ത് ചെയ്യണം? വലുതും ചെറുതുമായ മുഴുവൻ ശിർക്കുകളിൽ നിന്നും അവൻ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അതിനുശേഷമാണ് സുദീർഘമായ ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സുദീർഘമായ ഹദീസ് സഹോദരങ്ങളെ നമുക്ക് ആദ്യം അതൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. വലിയൊരു ഹദീസാണത്, വലിയ ഒരു പേജ് തന്നെ പൂർണ്ണമായി ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന താബിഈയാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ് ഖാല കുന്തു ഇൻദ സഈദ് ഇബ്നു ജുബൈർ. ഞാൻ സഈദ് ഇബ്നു ജുബൈറിന്റെ അടുക്കലായിരുന്നു. അദ്ദേഹം ഒരു താബിഈയാണ്, സ്വഹാബികളെ കണ്ട ആളാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണത്തിലാണ് വിഷയം വരുന്നത്. ഫഖാല, അവർ പറഞ്ഞു അയ്യുക്കും റഅൽ കൗകബ അല്ലദി ഖല്ലൽ ബാരിഹ. ഇന്നലെ രാത്രി താഴേക്ക് വീണ ആ നക്ഷത്രത്തെ ആരാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഫഖുൽതു അന, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ ഖുൽതു, പിന്നീട് ഞാൻ പറഞ്ഞു അമാ ഇന്നി ലം അകുൻ ഫീ സലാത്തിൻ, ഞാൻ രാത്രി നിസ്കരിക്കുകയൊന്നുമായിരുന്നില്ല. വലാകിന്നി ലുദിഗ്തു, എനിക്ക് ഒരു കടിയേറ്റിട്ടുണ്ട്, ഒരു വിഷമുള്ള ഒരു ജന്തുവിൻ്റെ കടി എനിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഫമാ സനഅത, കടിയേറ്റപ്പോൾ എന്താ ചെയ്തത്? ഖുൽതു തഖൈതു, ഞാൻ റുഖിയ ചെയ്തു. ഖാല ഫമാ ഹമലക അലാ ദാലിക്, അങ്ങനെ റുഖിയ ചെയ്യാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത്? ഖുൽതു ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, ഇമാം ശഅബി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വമാ ഹദ്ദസകും, എന്താണ് ഹദീസ്? എന്താണ് അദ്ദേഹം നിങ്ങളോട് ഹദീസായി പറഞ്ഞത്? ഖുൽതു ഹദ്ദസന അൻ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈൻ, ബുറൈദത്ത് ഇബ്നു ഹുസൈനിന്റെ പരമ്പരയിൽ അദ്ദേഹം അതിന്റെ സനദ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അന്നഹു ഖാൽ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, ഐനിനും കണ്ണേറിനും അതുപോലെ തന്നെ വിഷമേറ്റതിനുമല്ലാതെ റുഖിയ ഇല്ല എന്ന ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷമേറ്റപ്പോൾ റുഖിയ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചോദിച്ച ആൾ പറഞ്ഞു ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമി, ഞാൻ താൻ കേട്ടതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത ഒരുവൻ നല്ലതാണ് ചെയ്തത്. അവൻ ഹദീസ് അടിസ്ഥാനത്തിലാണല്ലോ ചെയ്തത്, നല്ലത് തന്നെ. പക്ഷേ വലാകിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹദീസിൽ വന്നിട്ടുണ്ട് ഉരിദത് അലയ്യൽ ഉമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മത്തിനെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ വമഅഹു റഹ്ത്, ഞാൻ ഒരു നബിയെ കണ്ടു, ആ നബിയോടൊപ്പം ഒരു ചെറു സംഘമാണുള്ളത്. വൻ നബിയ വമഅഹു റജുലു വറജുലാൻ, ഒരു നബിയുണ്ട്, ആ നബിയോടൊപ്പം ഒന്നോ രണ്ടോ ആളൊക്കെയാണുള്ളത്. വൻ നബിയ വലൈസ മഅഹു അഹദ്, ഒരു നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ നബിയോടൊപ്പം ആരുമില്ല. ഇദ് റുഫിഅ ലി സവാദുൻ അളീം, അപ്പോഴതാ ഒരു വലിയ ഒരു സംഘത്തെ എന്നെ കാണിക്കുകയുണ്ടായി. ഫളനൻതു അന്നഹും ഉമ്മത്തി ഫഖീല ലി ഹാദാ മൂസ വഖൗം, അത് ഞാൻ എൻ്റെ ഉമ്മത്താണ്, സമുദായമാണെന്ന് ധരിച്ചു. അപ്പോഴേക്കും എന്നോട് പറയപ്പെട്ടു ഇത് മൂസയും മൂസയുടെ ഖൗമുമാണ്. ഫനദർതു ഫൈദാ സവാദുൻ അളീം, ഞാൻ പിന്നീട് നോക്കി, അപ്പോൾ വലിയൊരു ആൾ സംഘത്തെ ഞാൻ കണ്ടു. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു ഹാദിഹി ഉമ്മത്തുക്, ഇത് താങ്കളുടെ ഉമ്മത്താണ്. വമഅഹും 70 അൽഫൻ യദ്ഖുലൂന അൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്, അവർ യാതൊരു രൂപത്തിലുള്ള വിചാരണയോ ശിക്ഷയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്നോട് പറയപ്പെടുകയുണ്ടായി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. സുമ്മ നഹള ഫദഹല മൻസിലഹു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദിലേക്ക് വീട്ടിലേക്ക് കയറി പോവുകയുണ്ടായി. ഫഹാദന്നാസു ഫി ഉലൈക്, ജനങ്ങൾ പല ചർച്ചകളിൽ മുഴുകുകയുണ്ടായി. ഫഖാല ബഅ്ദുഹും, അവരിൽ ചിലർ പറഞ്ഞു ഫലഅല്ലഹും അല്ലദീന സഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തായിരിക്കാം, അത് നമ്മൾ തന്നെ ആയിരിക്കാം. വഖാല ബഅ്ദുഹും, വേറെ ചിലർ പറഞ്ഞു ഫലഅല്ലഹും അല്ലദീന ഉലിദു ഫിൽ ഇസ്ലാം ഫലം യുശ്രികു ബില്ലാഹി ഷൈഅൻ, അത് ഇസ്ലാമിൽ ജനിച്ച് എന്നാൽ യാതൊരു രൂപത്തിലുള്ള ശിർക്കും ചെയ്യാത്ത ആളുകളായിരിക്കും. നമ്മളൊക്കെ പഴയ കാലത്ത് ജാഹിലിയത്ത് ശിർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ശിർക്കേ ചെയ്യാത്ത ആളുകളായിരിക്കും. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. വദക്കറു അഷ്യ, പല കാര്യങ്ങളും അവർ പറഞ്ഞു. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കലേക്ക് വന്നു. ഫഅഖ്ബറൂ, എന്നിട്ട് അവരോട് പറഞ്ഞു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുമുല്ലദീന, ആ ആളുകൾ ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടാത്തവരാണ്. വലാ യക്തവൂൻ, അവർ കൈ എന്ന് പറയുന്ന ചികിത്സ ചെയ്യാത്തവരാണ്. വലാ യതതയ്യറൂൻ, അവർ പക്ഷിനോട്ടം നടത്താത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്.
ഫഖാമ ഉക്കാശത്ത് ബിൻ മിഹ്സൻ, ഉക്കാശത്ത് ബിൻ മിഹ്സൻ എന്ന് പറയുന്ന സ്വഹാബി എഴുന്നേറ്റു. ഫഖാല യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, അല്ലാഹുവിന്റെ റസൂലേ, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഖാല അൻത മിൻഹും, അത് നീ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ ഖാല റജുലുൻ ആഖർ, മറ്റൊരു മനുഷ്യൻ എഴുന്നേറ്റു. ഫഖാല ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, എന്നെയും അക്കൂട്ടരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഫഖാല സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിങ്ങളെ മുൻകടന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിശാലമായ ഒരു ഹദീസാണ്, ഇതിൽ ഒരുപാട് പാഠങ്ങളുമുണ്ട്. ഇതിൽ ഉദ്ധരിക്കുന്നത് മഹാനായ താബിഈ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് സഈദ് ബിൻ ജുബൈർ എന്ന് പറയുന്നതും താബിഈങ്ങളിൽപ്പെട്ട സിഖാത്തുകളിൽപ്പെട്ട സ്വീകാര്യോഗ്യന്മാരിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് അയ്യക്കും റഅൽ കൗകബല്ലദി ഖല്ലൽ ബാരിഹ, ഇന്നലെ രാത്രി ആകാശത്ത് നിന്നും മുതിർന്നു വീണ ആ നക്ഷത്രത്തെ കണ്ടവരുണ്ടോ എന്നാണ്. നക്ഷത്രങ്ങൾ അങ്ങനെ ഉൽക്ക പോലെ ഇങ്ങനെ തീപ്പൊരികൾ അത് വീഴുന്ന സംഭവമുണ്ട്. അപ്പം അത് പതിവിൽ നിന്നും എന്തോ വ്യത്യാസമുള്ള ഒന്നായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും ആളുകളോട് അത് ചോദിക്കുകയും ചെയ്തത്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും രാത്രി കണ്ടിട്ടുണ്ടോ? അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയാണ്, ഫഖുൽതു അന, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ചോദിച്ചു. സഈദ് ബിൻ ജുബൈറാണ് ചോദിക്കുന്നത്, ആരെങ്കിലും നക്ഷത്രം കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഉദ്ധരിക്കുന്നതായ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ പറയാണ്, അതെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം പറയാണ്, അമാ ഇന്നി ലം അകുൻ ഫീ സലാത്തിൻ, പക്ഷേ ഞാൻ നിസ്കാരത്തിലൊന്നും ആയിരുന്നില്ല. വലാകിന്നി ലുദിഗ്തു, എനിക്ക് ചില വിഷമേറ്റത് കൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഞാൻ നിസ്കാരത്തിലൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞത്? അത് നമ്മുടെ മുൻഗാമികളുടെ സൂക്ഷ്മതയാണ്. അഥവാ അവർ ചെയ്യാത്തതായ കാര്യങ്ങളിൽ അവരാരും പുകഴ്ത്തുന്നത് അവർ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. രാത്രി സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അത് പാതിരാത്രിയിലായിരിക്കണം, പാതിരാത്രി കഴിഞ്ഞിട്ടായിരിക്കണം. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങാനും ഞാൻ നിസ്കാരക്കാരനായി രാത്രി നിസ്കരിക്കുന്നവനായി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നവനൊന്നും ആയിരുന്നില്ല. അമാ ഇന്നി ലം അകുൻ ഫീ സലാത്തി, ഞാൻ നിസ്കരിക്കുന്നവനായിട്ടല്ല, ഞാൻ രാത്രി ഉറക്കമൊഴിച്ചത് എന്നെ ഒരു വിഷജന്തു കടിച്ചതിനാലാണ് എന്ന് അദ്ദേഹം പറയാണ്. പണ്ഡിതന്മാർ പറയാണ്, മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർ ചെയ്ത കാര്യങ്ങൾ അതൊരാളും അറിയുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ മേലിൽ ഉണ്ടാകുന്നത് അവരൊരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. അവരത് വളരെ തുറന്നു തന്നെ പറയുകയായിരുന്നു. എന്നാൽ അദ്ദേഹം പണ്ഡിതന്മാർ പറയാണ്, എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ നല്ല നന്മകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അത് അറിയണമെന്ന് ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നു മാത്രമല്ല, നമ്മൾ ചെയ്യാത്ത നന്മകൾ നമ്മുടെ അടുക്കൽ ഉണ്ട് എന്ന് വരെ ആളുകൾ തെറ്റിദ്ധരിക്കണം, ആളുകൾ അങ്ങനെ ചിന്തിക്കണം എന്ന് വരെ മനുഷ്യന്മാർ ആഗ്രഹിക്കുകയാണ്. ഞാനങ്ങനെ ഒരുപാട് ദിക്ർ ചെയ്യുന്ന ആളാണ്, ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളാണ്, എൻ്റെ അടുത്ത് ഒരുപാട് നന്മകളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം പണ്ഡിതന്മാർ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹു അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്നതിന് വേണ്ടി രാത്രി ഇതാ ഇത്ര സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പെട്ടെന്നാണ് ഒരു 3 മണിക്കൊരു മഴ. നമ്മളത് പറയേണ്ടതില്ല. കാരണം ആളുകൾ അറിയാം, നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, 4 മണിഞ്ചാര് മഴ എന്തായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾ ധരിക്കും, അവൻ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനായിരുന്നു. നമ്മളത് പറയേണ്ടതില്ല. നമ്മുടെ ഇബാദത്തുകൾ ആളുകൾ അറിയുമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ നടത്തേണ്ടതില്ല. ഇനി നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അവൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പറയണം, ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ആളുകൾ വേണമെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ എഴുന്നേറ്റാണ് തെറ്റിദ്ധരിച്ചു കൊടുത്തത്, ചിലപ്പം മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് തിരിച്ചുപോയി കിടന്നവനായിരിക്കും. അവൻ വെറുതെ ഞാൻ ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഇത് മനുഷ്യർക്ക് സംഭവിക്കുന്ന വലിയ ഈ ലോകത്ത് സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണത്. എനിക്കൊരുപാട് ഇബാദത്തുണ്ട് ആളുകൾക്ക് തോന്നിക്കോട്ടെ എന്ന് പറയുന്ന സ്വഹാബികൾ അങ്ങനെയല്ല, താബിഈങ്ങൾ അങ്ങനെയല്ല. അവർ ചെയ്ത കാര്യം പോലും മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. ഇനി ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ എങ്ങാനും തെറ്റിദ്ധരിക്കുമോ എന്ന് തോന്നിയപ്പോൾ ഉടനെ അദ്ദേഹം അത് ക്ലിയർ ചെയ്യാണ്. അമാ ഇന്നി ലം അകുൻ ഫീ സലാത്ത് വലാകിന്നി ലുദിഗ്തു, എനിക്കൊരു വിഷമേറ്റപ്പോഴാണ് സംഭവം. ഇങ്ങനെയാണ് ഈ വിഷയം തന്നെ വരുന്നത്. അതായത് അദ്ദേഹം ഒരു നക്ഷത്രത്തിന്റെ കാര്യം മാത്രം ചോദിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആ വിഷയം ഹദീസ് വന്ന് അത് വേറെ വിഷയത്തിലേക്ക് എത്തി. പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വിഷജീവി കൊത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വിഷജീവി കൊത്തിയപ്പോൾ ഫമാ സനഅത, അപ്പം നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. പണ്ഡിതന്മാർ പറയാണ്, തൻ്റെ സഹോദരൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിനെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് പാഠമുണ്ട്. വിഷജീവി ഏറ്റു എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കാത്ത പോലെ പോവല്ല. എന്നിട്ട് എന്താ ചെയ്തത്, അതിനെന്തെങ്കിലും പരിഹാരം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഫമാ സനഅതു, ഒരു മുസ്ലിമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്നിട്ട് എന്താ ചെയ്തത്, അതിനുശേഷം എന്തായി, പിന്നെ കാര്യങ്ങൾ ചെയ്തോ എന്ന് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, വിശദാംശങ്ങളും വിശേഷങ്ങളും അന്വേഷിക്കുക എന്നുള്ളത് അവനോട് കാണിക്കുന്ന
നല്ല പരിഗണനയിൽപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അതെ ഇർതഖൈതു, ഞാൻ റുഖിയ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു, കിതാബ് തൗഹീദിൽ ഈ ഹദീസിന്റെ ലഫ്ലായി കൊടുത്ത ഇർതഖൈതു എന്നുള്ള ഭാഗം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം തെറ്റി എഴുതിയതാവാനാണ് സാധ്യത. മറിച്ചുള്ളത് ഇസ്തർഖൈതു എന്നാണ്, ഞാൻ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ അങ്ങനെയാണുള്ളത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഇത് അദ്ദേഹം റുഖിയ ചെയ്തതിനെ അല്ല പിന്നീട് എതിർക്കുന്നത്. റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിന് എതിരായിക്കൊണ്ടാണ്. അങ്ങനെ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന കാര്യം നഷ്ടപ്പെടും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം മറ്റേ ഹദീസ് കൊണ്ടുവരുന്നത്. അല്ലാതെ റുഖിയ ചെയ്തു എന്ന് പറയുന്ന ലഫ്ള് അത് ഒരു ഹദീസ് ഗ്രന്ഥത്തിനും വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്തർഖൈതു എന്നാണ്, ഞാൻ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വിഷജീവിയേറ്റപ്പോൾ ഒരാളോട് റുഖിയ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് റുഖിയ ഒന്ന് ചെയ്തു തരണം, എന്നെ എന്നാ കടിച്ചിട്ടുണ്ട്, തേള് കടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷമുള്ള എന്തോ ഒരു ജന്തു കടിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, സഈദ് ഇബ്നു ജുബൈർ ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, എന്താ നീ റുഖിയ ആവശ്യപ്പെടാൻ കാരണം, എന്താ നിന്നെ അതിന് പ്രേരിപ്പിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുൽത്തു, അതായത് അബ്ദുറഹ്മാൻ ബിൻ ഹുസൈൻ പറയാണ്, ഞാൻ പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, ഇമാം ശഅബി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസ് ഏറ്റെടുക്കലുണ്ട്. അതായത് അവർ റുഖിയ ചെയ്യുമ്പോൾ അവരത് പുണ്യം പ്രതീക്ഷിച്ചൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തത് എന്നല്ല, മറിച്ചൊരു ഹദീസ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ്. മുൻഗാമികൾ അങ്ങനെയാണ്, അവരോട് എന്താണ് ഇതുകൊണ്ട് ചെയ്തത്, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് ഹദീസിലുള്ളത് കൊണ്ട് എന്നാണ്. ഇന്ന് ചില ആളുകൾക്ക് പരിഹാസമാണ്, ഹദീസിലുണ്ടായാലേ അവർ ചെയ്യുള്ളൂ, അവർക്ക് എന്തിനും ഹദീസ് വേണമെന്നാണ്. മുൻഗാമികൾ നീ എന്താണത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരെങ്കിലും കേട്ടത് കണ്ടത് എന്നല്ല പറയുന്നത്, മറിച്ച് എനിക്കൊരു ഹദീസ് ലഭിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ചോദിക്കണം, വമാ ഹദ്ദസക്കും, എന്താണ് അദ്ദേഹം നിനക്ക് പറഞ്ഞു തന്ന ഹദീസ്? ഇമാം ശഅബി അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ ഹദീസ് പണ്ഡിതൻ നിനക്ക് പറഞ്ഞു തന്ന ഹദീസ് എന്താണ്? അപ്പോൾ അദ്ദേഹം അതിന്റെ സനദ് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹദ്ദസന അൻ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈൻ, ബുറൈദത്ത് ഇബ്നുൽ ഹുസൈൻ സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, അത് മർഫൂഇന്റെ ഹുക്കുമുണ്ട് എന്ന് പറയുന്നത് കാണാം. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ റുഖിയ ഇല്ല. ഒന്ന് ഐൻ കണ്ണേറിനാണ്, മറ്റൊന്ന് ഹുമ വിഷം ഏറ്റതിനാണ് എന്ന് പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇത് വിഷമേറ്റതാണ്, അതുകൊണ്ട് റുഖിയ എനിക്ക് ചെയ്യാം എന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ റുഖിയ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ എന്ന് പറഞ്ഞാൽ അതിനല്ലാതെ റുഖിയ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക എന്നുള്ളതാണ്. റുഖിയ ചെയ്യാൻ ഏറ്റവും ഉപകരിക്കുന്ന രണ്ട് കാര്യം, ഒന്ന് വിഷമേറ്റാലാണ്, മറ്റൊന്ന് കണ്ണേറിനാണ്. റുഖിയ പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം, ഒരുപാട് പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ബന്ധുരോഗത്തിനും ഖുർആൻ കൊണ്ട് നമുക്ക് മന്ത്രിക്കാം. പക്ഷെ അത് ഏറ്റവും ഉപകരിക്കുക നമുക്ക് വിഷമേറ്റാലാണ്. നമുക്ക് ചെയ്തു നോക്കണം. വിഷമേറ്റാൽ അതിൻ്റെ അർത്ഥം പാമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ തേള് കടിച്ചാലോ നമ്മൾ വൈദ്യസഹായം തേടേണ്ട എന്നല്ല. അത് തേടുന്നതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മൾ എന്തെങ്കിലുമൊക്കെ റുഖിയ ചെയ്യണം. ഖുർആൻ ഓതി, ഫാത്തിഹ ഓതി, ഫാത്തിഹ ഷിഫയാണ്, അത് ഓതി നമ്മൾ ഊതി നോക്കണം. നമ്മൾ അത് യഖീനോടുകൂടി അത് മാറുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ വിഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ വിഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ഉണ്ട് എങ്കിൽ ആ ചികിത്സ തേടണം. ദീൻ പ്രോത്സാഹിപ്പിച്ച കാര്യം തന്നെയാണ്, ദീൻ എതിർത്തിട്ടില്ല, തവക്കുലിനെതിരുമല്ല, അത് ചെയ്യണം. എന്നാൽ ഈ കാര്യം അത് ഉപകരിക്കുന്നതാണ്. അതുപോലെ കണ്ണേർ എന്ന് പറയുന്ന കാര്യം സംഭവിച്ചാലും അത് റുഖിയ നമുക്ക് ചെയ്യണം, അത് ഉപകരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. കണ്ണേർ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് ഹക്കായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു ഹഖ്ഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണേർ സത്യമാണ്. രണ്ട് രൂപത്തിൽ കണ്ണേർ സംഭവിക്കും എന്നാ പറയുന്നത്. രണ്ട് രൂപത്തിൽ കണ്ണേർ സംഭവിക്കും. ഒന്നുകിൽ അസൂയ കണ്ണുകൊണ്ട് ഒരാൾ ഒരു കാര്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ണേർ സംഭവിക്കും. അസൂയ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ നന്മ നീങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി നോക്കുക. അതാണ് ഐനുൻ ഖബീസത്തുൻ ഹാസിദ എന്ന് പറയുന്നത്. മോശമായ അസൂയക്കാരൻ്റെ കണ്ണ്, മോശമായ അസൂയക്കാരൻ്റെ കണ്ണ് എന്ന് പറയുന്നത് അതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാൾ നല്ല ശക്തിയോടെയോ അല്ലെങ്കിൽ ഒരാൾ നല്ല കഴിവോടെയോ ഒക്കെ കണ്ടാൽ അത് നീങ്ങിപ്പോകണമെന്ന ആഗ്രഹത്തോടു കൂടി, അസൂയയോടുകൂടി അതിനെ നോക്കുക. അത് കണ്ണേർ സംഭവിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് ചിലപ്പോൾ നല്ല അധ്വാനിക്കുന്ന മനുഷ്യനായിരിക്കും, നല്ല ഭാരമൊക്കെ ഉയർത്തുന്ന മനുഷ്യനായിരിക്കും. ഇയാൾ ആരോഗ്യമൊക്കെ കാണുമ്പോൾ ഇവന് എന്ത് ചെയ്യാണ്? ഇവന് അയാളോട് അസൂയ തോന്നുകയാണ്. അയാൾ അസൂയ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ കാര്യം നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ കണ്ണേർ സംഭവിക്കുകയും അയാൾ ഒരു പക്ഷെ പിന്നീട് ഒരു ഭാരവും
ഉയർത്താൻ പറ്റാത്ത രൂപത്തിൽ അയാൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം. കണ്ണേറ് സംഭവിച്ചാൽ, അള്ളാഹുവിന്റെ അനുമതി കൊണ്ട് സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടായേക്കാം. ഇത് താഴത്തിന്റെ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ്. ഒരു മനുഷ്യൻ നല്ല രീതിയിൽ മസ്ജിദിലൊക്കെ പോകുന്ന ആളായിരിക്കും, അവന്റെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ കണ്ണേറേറ്റാൽ പിന്നീട് അവനെല്ലാം ഇബാദത്തുകൾക്ക് മടി, അലസത, പിന്നീട് അവൻ പള്ളിയിലേക്കൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഉണ്ടാകാം. ഇതെന്തിനാണ് അറിയിച്ചു തരുന്നത്? ഇതിന് റുക്കിയ പരിഹാരമാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ണേറുണ്ട് എന്ന് പറഞ്ഞ് ബേജാറാക്കാനല്ല. കണ്ണേറുണ്ട്, ഇതിനൊക്കെ കണ്ണേർ അല്ല, ഇതിന് പരിഹാരമായി റുക്കിയ ഉണ്ട്. അങ്ങനെ ഒരാളെ കണ്ടാൽ അയാൾക്ക് റുക്കിയ ചെയ്ത് കൊടുക്കണം. നന്നായി ഇബാദത്തൊക്കെ ചെയ്ത ഒരാളെ പെട്ടെന്ന് കാണുന്നില്ല, പെട്ടെന്ന് അയാളൊക്കെ അലസതയും മടിയൊക്കെ ആയി മാറുന്നുണ്ട് എങ്കിൽ അയാൾക്ക് നന്നായി ഖുർആൻ ഓതി മന്ത്രിച്ചു കൊടുക്കണം. അയാളോട് തന്നെ പറയണം, ഖുർആനൊക്കെ ഓതി ഷിഫയാകണമെന്ന ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്യുക, ഖുർആനൊക്കെ ഓതി ശരീരത്തിലൊക്കെ ഊതി തടവുകയൊക്കെ ചെയ്യണം, റുക്കിയ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അത് എളുപ്പത്തിൽ മാറും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതാണ്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഹുമ. ഈ പറയുന്ന വിഷമേറ്റാലും അതുപോലെ കണ്ണേറേറ്റാലും അല്ലാതെ റുഖിയയില്ല. പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും അൻഫആയ റുഖിയ അതുകൊണ്ടാണ് എന്നാണ്. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇഅ്രിദു അലാ റുഖാക്കും, നിങ്ങളുടെ റുഖിയൊക്കെ ഇങ്ങോട്ട് കാണിച്ചു തരും. ലാ ബഅസ ബിറുഖ മാ ലം തകുൻ ശിർക്കൻ, ശിർക്കല്ലാത്ത റുഖിയൊന്നും കുഴപ്പമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശിർക്കല്ലാത്ത റുഖിയൊക്കെ ചെയ്യാം, എന്ത് രോഗത്തിനും എന്ത് പ്രയാസത്തിനും ഖുർആൻ കൊണ്ട് ചികിത്സിക്കാം. അത് ഏറ്റവും ഉപകരിക്കുന്നത് ഈ രണ്ട് കാര്യത്തിലാണ് എന്നാണ്. കണ്ണെറിഞ്ഞ രണ്ടാമത്തെ ഒരു രൂപം ഐനുൻ മുഅ്ജബ എന്ന് പറയും. അത്ഭുതത്തോടു കൂടി ഒരാൾ ഒരു കാര്യത്തെ നോക്കുക. അയാൾക്ക് അസൂയ നീങ്ങിപ്പോകണമെന്നൊന്നുമില്ല, അത് നല്ല ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാകും, അല്ലാതെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് അത്ഭുതത്തോടു കൂടി തൻ്റെ ശരീരം, തൻ്റെ എന്തെങ്കിലുമൊക്കെ ബാഹ്യമായ രൂപം, തനിക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം അത് സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഒരാൾ അത്ഭുതത്തോടു കൂടി നോക്കുക. അതല്ലെങ്കിൽ തൻ്റെ സഹോദരനോട് ഇഷ്ടപ്പെടുന്ന ആളിൽ തന്നെ, മക്കളായിരിക്കും, സഹോദരൻ്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുടെ കാര്യമായിരിക്കും, പക്ഷേ അത്ഭുതത്തോടു കൂടി അത് നോക്കുക. ഇതിന്റെ പരിഹാരം എന്താണ്? ഇതിന്റെ പരിഹാരം, ഇത് സംഭവിക്കുന്നതിന് മുമ്പുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ, അങ്ങനെ കണ്ടാൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നാണ്. എന്നാൽ കണ്ണേറേൽക്കുകയില്ല. തബാറകല്ലാഹ്, ബാറകല്ലാഹ്, അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുക, എങ്കിൽ കണ്ണേറേൽക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലൂടെ കണ്ണേറേൽക്കാതിരിക്കാനും ഇയാൾക്ക് സാധിക്കും. കണ്ണേർ എപ്പോഴും സംഭവിക്കണം എന്നില്ല. ചില ആളുകൾക്ക് കണ്ണേറേൽക്കുകയില്ല. അള്ളാഹുവിന് അത്രയും ദിക്ർ രാവിലെയും വൈകുന്നേരവും എല്ലാ സമയത്തും ദിക്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർ കണ്ണേറേൽക്കുകയില്ല. അതുകൊണ്ടാണ് ലോകത്ത് കണ്ണേർ എല്ലാവർക്കും സംഭവിക്കുന്നില്ല. പലരും പലരെയും അസൂയ കണ്ണോടുകൂടിയും അത്ഭുതത്തോടുകൂടി നോക്കുകയും അങ്ങനെ ബറക്കത്തിന് വേണ്ടി ചൊല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് കണ്ണേർ ഏൽക്കുകയില്ല. അതുകൊണ്ട് കണ്ണേർ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ ദിക്റുകൾ എടുക്കുകയും സ്വന്തം ശരീരത്തിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ കണ്ണേർ ഏറ്റ് കഴിഞ്ഞാൽ, ഈ രണ്ട് രൂപത്തിലെ കണ്ണേറാണെങ്കിലും ശരി, ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കണം, ഇങ്ങനെ മന്ത്രിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ സ്വഹാബികൾക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നല്ല മനോഹരമായ ചർമ്മമുള്ള ഒരു സ്വഹാബിയുടെ ശരീരം മറ്റൊരാൾ കണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ കൊയഞ്ഞു വീഴുകയുണ്ടായി. പെട്ടെന്ന് കൊയഞ്ഞു വീണുപോയി. അപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തൻ്റെ സഹോദരനെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നോ എന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നീട് അദ്ദേഹത്തിന് റുഖ്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഭവം കാണാൻ സാധിക്കും. അപ്പോൾ ലാ റുഖ്യത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ഹുമ എന്ന് പറഞ്ഞാൽ വിഷമേൽക്കുക എന്നുള്ളതാണ്. അതായത് വിഷമുള്ള എന്തെങ്കിലുമൊക്കെ, തേളാകട്ടെ പാമ്പാകട്ടെ എന്തുമാകട്ടെ, വിഷമേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റുഖ്യ പെട്ടെന്ന് ഫലിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇത് കേട്ടപ്പോൾ സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു, ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ, ഖദ് അഹ്സന ഇലാ മൻ ഇൻതഹ ഇലാ മാ സമിഅ. കേട്ടതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നിനക്ക് എന്തില്ല, നിനക്കതിന് യാതൊരു ആക്ഷേപമൊന്നുമില്ല, നീ നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം നീ ഒരു ഹദീസ് കിട്ടിയിട്ടാണല്ലോ ചെയ്തത്, നീ അമൽ ചെയ്തതിന് പിന്നിൽ ഒരു തെളിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ റുഖ്യ ആവശ്യപ്പെട്ടത്. പക്ഷേ വലാകിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന്റെ ഒരു ഹദീസ് എൻ്റെ അടുക്കലുണ്ട്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ, എന്നിട്ട് പറഞ്ഞ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉരുളത് അലയ്യൽ ഉമം, എനിക്ക് ഉമ്മത്തിനെയൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതെപ്പോഴാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് വ്യത്യസ്ത ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പ്രദർശിപ്പിക്കപ്പെട്ടത് അതൊരു ഹജ്ജിന്റെ വേളയിലായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്തായിരുന്നു എന്നാണ്. അവിടുന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണും. അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ അത് സത്യമാണ്, നമ്മുടെ സ്വപ്നങ്ങൾ പോലെയല്ല. അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ അത് സത്യമാണ്, അത് വഹിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിയൽ ഉമമ ബിൽ മൗസിം, മൗസിം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ സീസണിലാണ്, ഹജ്ജിന്റെ സമയത്ത് അവിടുത്തെ ഉമ്മത്തിനെ കാണിക്കപ്പെട്ടിട്ടുണ്ട്.
എന്നിട്ട് ഫറാസത്ത് അലൈഹി ഉമ്മത്തുഹു, ഉമ്മത്തിനെ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഖാല ഫഉരീതു ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിനെ മുഴുവൻ കണ്ടു. ഫഅജബനി കസ്റത്തുഹും, അവരുടെ ധാരാളിത്തം എന്നെ അത്ഭുതപ്പെടുത്തി. ഖദ് മലഉ സഹല വൽ ജബൽ, അവരിതാ പരന്ന പ്രദേശങ്ങളിലും മലകളിലുമായി നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടത് അത് ഹജ്ജിന്റെ ഒരു സമയത്താണ് എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോഴാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ രാവിൽ പോയപ്പോൾ അവിടുത്തെ ഉമ്മത്തിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് നിലക്കും അത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉൽദത് അലയ്യൽ ഉമം, എനിക്ക് ഉമ്മത്തിനെ കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നുകിൽ ഇസ്രാഇന്റെ രാവിൽ കണ്ടതാണ്, അതല്ലെങ്കിൽ ഹജ്ജിന്റെ ആ ഒരു വേളയിൽ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ്. ആദ്യത്തേതാണെങ്കിൽ അത് മക്കയിൽ നിന്നാണ്, മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഇസ്രാ സംഭവിക്കുന്നത്. രണ്ടാമത്തേതാണെങ്കിൽ പിന്നീട് മദീനയിൽ വെച്ച് അവസാനത്തിലാണ്, ഹജ്ജ് നിർബന്ധമാക്കിയത് അവസാനത്തിലാണ്. അപ്പോൾ ആ സമയത്താണ്. എന്ത് തന്നെയായാലും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഫറഅയ്തു നബിയ്യ, ഞാനൊരു നബിയെ കണ്ടു. വമഅഹു അർറഹ്ത്, അദ്ദേഹത്തോടൊപ്പം ഒരു റഹ്താണുള്ളത്. റഹ്ത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിനാണ് റഹ്ത്ത് എന്ന് അറബിയിൽ പറയുക. എന്ന് വെച്ചാൽ ഇത് ചില നബിമാർ അദ്ദേഹം കണ്ടതാണ്. ആ നബിമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ചില ആളുകളുടെ കൂടെ 3 പേരാണ്, ചില ആളുടെ കൂടെ 9 പേരുണ്ട്, ചില ആളുകൾക്ക് അതിനിടയിലാണ് ആളുകളെ ആകെ ദഅവത്ത് ചെയ്ത് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അതിൽ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. വൻ നബിയ്യ വമഅഹു റജുൽ, ഒരു നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച 1,25,000 24,000-ഓളം നബിമാരുണ്ട് എന്നാണ് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ അത്രയും അധികം അള്ളാഹു അയക്കാത്തതായ ഒരു ഉമ്മത്തും കടന്നുപോയിട്ട്, നബിമാർ അയക്കാത്ത ഒരു ഉമ്മത്തും കടന്നുപോയിട്ടില്ല. അങ്ങനെയുള്ള ചില നബിമാർക്ക് കിട്ടിയത് ഒരു മനുഷ്യനെയാണ്, ദഅവത്ത് നടത്തി കിട്ടിയത് ഒരു മനുഷ്യനെയാണ്. വൻ നബിയു മഅഹു റജുൽ വറജുലാൻ, വേറെ ചില നബിമാർക്ക് കിട്ടിയത് 2 മനുഷ്യന്മാരെയാണ്. വൻ നബിയ്യ വലൈസ മഅഹു അഹദ്, ചില നബിമാർക്ക് ഒരാളെയും കിട്ടിയിട്ടില്ല എന്നാണ്, ഒരാളെയും കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ഹക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ അടുക്കൽ ആളുകൾ എത്തിക്കൊള്ളണമെന്നില്ല. ഹക്കിൻ്റെ മാനദണ്ഡം ആളുകളുടെ ധാരാളിത്തമല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ അടുക്കൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് അത് ഹക്കിൻ്റെ ഒരിക്കലും അടയാളമല്ല. മറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്, കാര്യങ്ങൾ നമ്മൾ കണക്കാക്കപ്പെടേണ്ടത് അത് ഹക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹക്കാണ് നമ്മൾ വിലയിരുത്താനുള്ള മാനദണ്ഡം. അവരുടെ ആളുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ആളുകളെ നോക്കിയിട്ടല്ല ഹക്കിനെ വിലയിരുത്തേണ്ടത്, മറിച്ച് ഹക്കിനെ നോക്കിയിട്ടാണ് ആളുകളെ വിലയിരുത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ആ നിലക്കാണ്. ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതിന് അവർ ഹക്കിലാടുന്നില്ല, ഒരുപാട് ആളില്ല എന്നുള്ളത്, വളരെ കുറവേ ആളുള്ളൂ എന്നുള്ളത് അവർ ഹക്കിലല്ല എന്നല്ല, അതൊരിക്കലും മാനദണ്ഡമല്ല. മറിച്ച് അവർ ഏത് ഹക്കിലാണ്, ഏത് മാനദണ്ഡത്തിലാണ് അവർ നിലകൊള്ളുന്നത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ചില നാടുകളിൽ ചില ആളുകൾക്ക് എന്തായിരിക്കും, ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. ചില പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ചില പണ്ഡിതന്മാർ ചില നാട്ടിൽ പോയാൽ അവർക്ക് ചിലപ്പോൾ 3-4 വിദ്യാർത്ഥികളെ ആകെ കിട്ടുള്ളൂ. അത് ദീന് പറഞ്ഞു കൊടുത്താൽ അത്ര ആളെ സ്വീകരിക്കുന്നവരുണ്ടാവും, അതിൽ കൂടുതലൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ വേറെ ചില ആളുകളെ കാണാൻ പറ്റും, അവർക്ക് ലക്ഷങ്ങൾ ആളുകൾ ഉണ്ടാവും, ലക്ഷങ്ങൾ അവർക്ക് ഫോളോവേഴ്സാണ്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, സത്യം ചിലപ്പോൾ ഈ 3-4 ആൾക്കാരുടെ അടുക്കലുള്ള ആൾക്കാരെ അടുത്തായിരിക്കും, 3-4 ആളെ ഇവൻ്റെ അടുത്തുള്ളൂ, അവൻ്റെ അടുക്കലായിരിക്കും സത്യമുണ്ടാവുക. ഈ പറയുന്ന ധാരാളക്കണക്കിന് ആളുകൾ സത്യത്തിൻ്റെ ആളുകളായിരിക്കുകയില്ല. എന്നാൽ ജനങ്ങൾ പലപ്പോഴും ആളുകളെ വിലയിരുത്തുന്നത്, ഇവൻ്റെ അടുത്ത് ഒരുപാട് ആളുകളുണ്ട്, ഇവരെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, ഇവരുടെ പരിപാടിക്ക് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതന്നെയായിരിക്കും ശരി, ഇത് തെറ്റാൻ സാധ്യതയില്ല. അല്ല, നമുക്ക് ഇവിടെ നബിമാർ, അവരിൽ ചിലർക്ക് 1-2 ആളുകൾ, ചില നബിമാർക്ക് ആരെയും കിട്ടിയിട്ടില്ല. ഇത് നബിമാരെ മോശമായിക്കൊണ്ടാണ്? അല്ല, നബിമാരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെയും ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെയും ആളുകളാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് ഓരോ കാലഘട്ടത്തിലെയും നബിമാരെന്ന് പറയുന്നത് ജനങ്ങളെക്കാൾ. ആ നബിമാർ വിളിച്ചിട്ട് ആളുകൾ ചിലപ്പോൾ വരുന്നില്ല. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം, ആളുകളുടെ എണ്ണത്തിലല്ല സത്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്. മറിച്ച് സത്യത്തെ കൊണ്ട് ആളുകളെ വിലയിരുത്തുകയാണ് വേണ്ടത്. സത്യത്തെയാണ് നമ്മൾ തേടേണ്ടത്, ആളുകളെ തേടിയിട്ട് കാര്യമില്ല. സത്യത്തെ കൊണ്ട് ആളുകളെ തേടുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ദഅവത്തിൽ നിരാശരാകാതിരിക്കുക. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമുക്ക് ഇങ്ങനെ വലിയ പരിപാടി വെച്ചിട്ടൊന്നും ആരുമില്ല, നമ്മൾ ക്ലാസ് വെച്ചിട്ടൊന്നും ആരുമില്ല, അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയേക്കാം എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും. ഞാൻ ഒരുപാട് ആ കാലം ഈ ആളുകളോട് പറയുന്നത്, ഒരുപാട് ആളുകളെ ക്ഷണിച്ചു, ആരും വരുന്നില്ല, ഒരാളെ വരുന്നുള്ളൂ, 2 ആളെ വരുന്നുള്ളൂ, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കളൊക്കെ അവരെ നിർത്തിപ്പോകുമായിരുന്നു. ഇല്ല, മറിച്ച്
നമ്മൾ ഹക്കിലാണെങ്കിൽ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ആളുകൾ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി. നീ എന്തു പണിയെടുക്കുന്നു അതിന് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അല്ലാതെ നീ എത്ര ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ളതിനല്ല. നീ എത്ര ആളുകൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നു, നിന്റെ മസ്ജിദിൽ എത്ര ആളെ നീ നിറച്ചു, നിന്റെ സെന്ററിൽ എത്ര ആളെ ഉണ്ടാക്കിയെടുത്തു, ഇതൊന്നും അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യമല്ല. നീ നിനക്ക് വേണ്ടി പണിയെടുക്കുക, നീ പരിശ്രമിക്കുക, നിനക്ക് വേണ്ടി നീ പണിയെടുക്കുക. അതല്ലാതെ മറ്റൊന്നും കണ്ട് നീ പണിയെടുക്കേണ്ടതില്ല. ആളുകൾ കുറഞ്ഞു പോയാൽ നിന്റെ പരിശ്രമത്തിന് മങ്ങലേൽക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ പരിശോധിക്കണം. ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രം താല്പര്യം, ആളുകൾ ഇല്ലെങ്കിൽ നമുക്ക് താല്പര്യം കുറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. നമ്മുടെ നബിമാർ അവർ ചിലർക്ക് 1 or 2 പേർ, ചില നബിമാർ അവർക്ക് ആരുമില്ല. ഒരുപാട് നബിമാരെ 3-നും 9-നും ഇടയിൽ മാത്രം ആളുകൾ ഉള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും ചെയ്തു. ഇത് റുഫിഅലി സവാദുൻ അദീം, ഇതിനിടയിൽ എനിക്ക് ഒരു വലിയ സവാദ് എന്ന് പറഞ്ഞാൽ കറുപ്പെന്നാണ്. ആളുകളുടെ ധാരാളിത്തം കൊണ്ട് അത് കറുപ്പായിട്ടാണ് തോന്നുന്നത്. ഒരു വലിയ സംഘത്തെ എനിക്ക് ഉയർത്തി കാണിക്കപ്പെടുകയുണ്ടായി. ഫളനൻതു അന്നഹും ഉമ്മത്തി, ഞാൻ വിചാരിച്ചു ഇതെന്റെ ഉമ്മത്താണ് എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു, ഖുൽതു മാ ഹാദിഹി ഉമ്മത്തി, ഇതെന്താണ്, ഇതെന്റെ ഉമ്മത്താണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹാദാ മൂസ വ ഖൗമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് മൂസയും ഖൗമുമാണ് എന്ന് പറയപ്പെടുകയുണ്ടായി. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമായിരുന്നു. പിന്നീട് പറഞ്ഞു ഫനളർതു സവാദുൻ അദീം, പിന്നെ ഇതാ ഞാൻ നോക്കി അവിടെ വലിയ ഒരു സംഘത്തെ ഞാൻ കാണുന്നുണ്ട്. സുമ്മ ഖീല ലി, പിന്നീട് എന്നോട് പറയപ്പെട്ടു, ഉൻദുർ ഹാഹുന വഹാഹുന ഫി ആഫാഖിസ് സമ, ഇതാ ആകാശത്തിന്റെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മുഴുവൻ കാര്യങ്ങൾ നീ നോക്കുക. ആഫാക്കുകൾ, നീ ചക്രവാളം, ആകാശത്തിന്റെ ചക്രവാളത്തിലേക്ക് നീ നോക്കുക. ഫൈദ സവാദുൻ ഖദ് മല അൽ ഉഫുഖ്, ഈ ആളുകൾ ചക്രവാളത്തെ നിറച്ചിരിക്കുക. നമ്മുടെ കാഴ്ച എവിടെയുണ്ട് അത്രയും ആളുകൾ തിങ്ങി നിറക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഖീല ഹാദിഹി ഉമ്മത്തുക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, ഇതാണ് നിന്റെ ഉമ്മത്ത് എന്ന് പറയപ്പെട്ടു. ഹാദിഹി ഉമ്മത്തുക് വമഅഹും 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, യാതൊരു വിചാരണയോ ശിക്ഷയോ കൂടാതെ പ്രവേശിക്കുന്നവരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുകയാണ്. അത്രയും ആളുകൾ. ഇതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്, വമഅഹും എന്ന് പറയുന്നത് ഇവരോടൊപ്പം വേറെ ആളുകളാണോ അതല്ല ഇവരിൽപ്പെട്ട തന്നെ ആളുകളാണോ എന്ന ചർച്ചയുണ്ട്. അത് ചില റിവായത്തുകൾ കൊണ്ട് പണ്ഡിതന്മാർ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ കൃത്യമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹാ ഉലായി ഉമ്മത്തുക്, ഇതാണ് നിന്റെ ഉമ്മത്ത്, വഹാ ഉലായി 70,000 ഖുദ്ദാമഹും ലാ ഹിസാബ അലൈഹിം വലാ അദാബ്, ഇതാ ഈ 70,000 ആളുകൾ, അവർക്ക് മുമ്പിലുള്ള 70,000 ആളുകൾ അവർക്ക് വിചാരണയോ ശിക്ഷയോ ഇല്ല. അപ്പം അവരിൽ തന്നെ പെട്ട ആളുകളാണ് എന്ന് പറയുന്നുണ്ട്, അവരിൽ തന്നെ പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ മഅഹും 70,000 എന്ന് പറയുന്നത് അവരിൽ മുന്നിൽ നിൽക്കുന്ന, അവരോടൊപ്പം മുന്നിൽ നിൽക്കുന്ന ഈ 70,000 ആളുകൾ എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അവർക്ക് പറയുന്നത് ബിഗൈരി ഹിസാബ്, ഒരു ചോദ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യവുമില്ല, അള്ളാഹു ഒന്നും അവരോട് ചോദിക്കുകയില്ല, അവർക്ക് ഒന്നുമില്ല, ഒന്നും കാണിച്ചു കൊടുക്കുന്നതുമില്ല. വേറെ ചില ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു ബോധ്യപ്പെടുത്തും. നീ ഇന്നത് ചെയ്തിട്ടില്ലേ, ആറുള്ളെന്നാണ് അതിന് പറയുക, അത് ചെയ്യും. അതുപോലും ഇവർക്കില്ല, ഒന്നും അവർക്കില്ല. നേരെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുക, ഒരു ഹിസാബുമില്ല, വലാ അദാബ്, ഒരു അദാബുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയുമില്ല എന്നാണ്. അവർക്ക് മരണവേളയിലുള്ള പ്രയാസം ഉണ്ടാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ പ്രയാസം ഉണ്ടാവുകയില്ല, ഖബർ ശിക്ഷ അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിന്റെ ഒരു തീപ്പൊരി പോലും ഏൽക്കുകയില്ല. എന്നാൽ അവർ നരകത്തിന്റെ മുകളിലൂടെ പ്രവേശിക്കും. അല്ലാഹു തആല പറയും, നിങ്ങളിൽ എല്ലാവരും നരകത്തിന്റെ മുകളിലൂടെ പോകുന്നതായിരിക്കും, പക്ഷേ അതിലേക്ക് വീണു പോകുകയില്ല. സ്വറാത്തിന്റെ വഴുവഴുപ്പിൽ അവൻ താഴേക്ക് വീണു പോകുകയില്ല. അതിന്റെ കൊളുത്തി വലിക്കലുകളിൽ അവന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കുകയില്ല, അവൻ മുന്നിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ഒരു ശിക്ഷ ഉണ്ടാവുകയില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സുമ്മനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റു. ഫദഖല മൻസിലഹു, അവിടുത്തെ വീട്ടിലേക്ക് കയറി. ഇതാരാണ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചില വിഭാഗമുണ്ട് എന്നേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ആരാണ് ആ വിഭാഗം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫഹാദന്നാസു ഫി ഉലൈക, ജനങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഹൗള ഉണ്ടായി. അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ വലിയ ചർച്ചയും വലിയ ശബ്ദ കോലാഹലങ്ങളും ഉണ്ടായി. ഫഖാല ബഅദുഹും, അദ്ദേഹം പറയാണ്, ചില ആളുകൾ അവിടെ പറഞ്ഞത് ഫലഅല്ലഹുമുൽ ലദീന സ്വഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലർ പറഞ്ഞു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനുഗമിച്ച സ്വഹാബത്താണ്. ചില റിവായത്തിൽ അത് ശരിക്കും വന്നിട്ടുണ്ട്, നഹ്നുല്ലദീ ആമന്നാ ബില്ലാഹ്, ഞങ്ങളാണ് അള്ളാഹുവിൽ വിശ്വസിച്ചത്, വത്തബഅനാ റസൂലഹു, റസൂലുള്ളാഹിനെ പിൻപറ്റിയത് ഞങ്ങളാണ്, ഫനഹ്നും ഹും, നമ്മളായിരിക്കും അത് എന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ ചിലർ അഭിപ്രായപ്പെട്ടു. വഖാല ബഅദുഹും,
ചിലർ പറഞ്ഞു ഫലഅല്ലഹുമുല്ലദീന ഉലിദു ഫിൽ ഇസ്ലാമി ഫലം യുശ്രികു ബില്ലാഹി ഷൈഅൻ, അവർ ചിലപ്പോൾ ഞങ്ങളായിരിക്കില്ല, അവർ ഇസ്ലാമിൽ തന്നെ ജനിച്ച് ഒരു ശിർക്കും ചെയ്യാത്ത ആളുകളായിരിക്കും. ഞങ്ങളിൽ പലരും ഇസ്ലാമിലല്ല ജനിച്ചത്, ഷിർക്കിലാണ്, ജാഹിലിയത്തിലാണ് ജനിച്ചത്, പിന്നീട് മുസ്ലിമീങ്ങളായതാണ്. എന്നാൽ ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിൽ ജനിച്ച ആളുകളായിരിക്കും, തൗഹീദിൽ തന്നെ അവരുണ്ടായിരുന്ന, അതിൽ തന്നെ വളർന്ന, ഒരു ശിർക്കും ചെയ്യാത്ത ആളുകളായിരിക്കും എന്ന് അവർ പറഞ്ഞു. വദക്കറു അഷ്യ, പല കാര്യങ്ങളും അവർ പറഞ്ഞതിൽ ഈ കാര്യം ഉണ്ടായിരുന്നു. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരികയും അവരെ കാര്യം അറിയിക്കുകയും ചെയ്തു. ഫഖാല ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്വർഗത്തിൽ വിചാരണയോ ശിക്ഷയോ കൂടാതെ പ്രവേശിച്ച ആളുകൾക്കുള്ള 4 വിശേഷണങ്ങൾ പറഞ്ഞു. 1, ലാ യസ്തർഖൂൻ, അവർ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല. 2, ലാ യക്തവൂൻ, അവർ കൈ ചികിത്സ കൊണ്ട് ചെയ്യുകയില്ല. 3, വലാ യതതയ്യറൂൻ, അവർ പക്ഷി നോട്ടം നടത്തുകയില്ല. 4, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ ബരമേൽപ്പിക്കുന്നവരാണ് എന്നാണ്. ഇത് സഹോദരങ്ങളെ ഓരോന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ലാ യസ്തർഖൂൻ, അവർ റുഖിയ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ റുഖിയ ആവശ്യപ്പെടാനേ പാടില്ലേ, അതാണോ അതിൻ്റെ അർത്ഥം? അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ അതിന് പറഞ്ഞത് അവർ ഒരു ചികിത്സയും എടുക്കുകയില്ല എന്നാണ്. എന്നാൽ ഇത് വളരെ ദുർബലമായ അഭിപ്രായമാണ്, വളരെ ദുർബലമായ അഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുന്ന് ചികിത്സ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഹിജാമ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് മുറിവുണ്ടായപ്പോൾ അതിൽ മൈലാഞ്ചി വെച്ചിട്ടുണ്ട്, അവിടുന്ന് പല രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പല ചികിത്സയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചികിത്സയും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തവക്കുലിൻ്റെ ഏതെങ്കിലും ഒരു അറ്റമൊന്നുമല്ല, മറിച്ച് ഇമാമുൽ മുതവക്കിലീൻ, തവക്കുൽ ചെയ്യുന്നവരുടെ ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവശ്യമുള്ള ചികിത്സ അത് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ലഭിച്ച ചികിത്സ അവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മരുന്നെടുത്താൽ, അതിൽ മറ്റെന്തെങ്കിലുമൊക്കെ മരുന്നെടുത്താൽ അത് തവക്കുലിനെതിരാണ്, നമ്മൾ ഒന്നും കഴിക്കാതെ ഇരിക്കലാണ് തവക്കുൽ. അങ്ങനെയൊന്നുമില്ല. അതല്ലെങ്കിൽ നമ്മൾ ശരീഅത്തിൽ വന്ന മരുന്ന് മാത്രം ഉപയോഗിക്കലാണ് തവക്കുൽ, മറ്റു പുറത്തേക്ക് പോകുന്നത് തവക്കുലിനെതിരാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അല്ല, തെറ്റായ ധാരണയാണ്. ഏതെല്ലാം ഹലാലായ മരുന്നുകളുണ്ടോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒന്നും തെറ്റില്ല, അത് തെറ്റുള്ള കാര്യമല്ല. ഹലാലായ മരുന്ന് എന്തുണ്ടോ നമുക്ക് ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ രോഗങ്ങൾക്കുള്ള മരുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഇറക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, നമുക്ക് ഉപയോഗിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള പല നിലക്കുള്ള മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു, പല നിലക്കുള്ള മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അത് ആ അർത്ഥം ശരിയല്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞാൽ അവിടെ ഖൽബ് എന്ത് ചെയ്യുകയില്ല, സബബുകളോട് ബന്ധിപ്പിക്കുകയില്ല, അള്ളാഹുമായിട്ടേ ബന്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ അതും ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് എല്ലാ മുഅ്മിനും ഉണ്ടാവേണ്ടതാണ്, ഇതൊരു പ്രത്യേകതയല്ല. എല്ലാ മുഅ്മിനും എപ്പോഴും ചികിത്സ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആവണം. അത് ഈ പ്രത്യേകമായ വിഭാഗത്തിന് ഉണ്ടാകേണ്ടതായ ഒരു ക്വാളിറ്റി മാത്രമല്ല, എല്ലാവരും അങ്ങനെ ആകാൻ പാടുള്ളൂ. എന്ത് ചികിത്സ എടുത്താലും നമ്മുടെ ഖൽബ് അള്ളാഹുമായിട്ട് മാത്രമേ ബന്ധിപ്പിക്കാവൂ. ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സബബുകളെ ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ മരുന്നാണ് മാറ്റിയത്, ഈ ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, ഈ ഓപ്പറേഷൻ കൊണ്ടാണ് ഞാൻ കഴിച്ചലായത് എന്ന രൂപത്തിൽ ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. മറിച്ച് ഇതൊരു കാരണമാണ്. ഷിഫയാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എത്ര ലക്ഷത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ ഇത് മാറുകയില്ല. എന്നാൽ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇത് മാറുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം, ബരമേൽപ്പിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു കാരണമില്ലാതെ ഇത് മാറ്റിത്തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കഴിയും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായി മനസ്സിലാകുന്നത്. അവർ പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വളരെ പ്രയാസഘട്ടത്തിലല്ലാതെ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്നതാണ്. ലാ യസ്തർഖൂൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റുഖ്യ നിരുപാധികം ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറയാത്തത്? അത് പറയാത്തതായിട്ടുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില സ്വഹാബികളോട്, അത് അസ്മാ ബിൻത് ഉമൈസിനോട് അവർ പറയുന്നുണ്ട്, ഇന്ന വലദ ജഅഫർ തുസ്രിഉ ഇലൈഹിമുൽ ഐൻ അഫ അസ്തർഖി ലഹും. ജഅഫറിന്റെ മകന് കണ്ണേറ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അവന് വേണ്ടി റുഖ്യ ആരോടെങ്കിലും ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തർഖി ലഹും, അവന് വേണ്ടി റുഖ്യ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അവിടുന്ന് എന്ത് ചെയ്യുകയില്ല, ഏറ്റവും പൂർണ്ണമായ പരിപൂർണമായ കാര്യത്തിന് എതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. അത് അവിടുന്ന് എന്ത് ചെയ്യാണ്, ജായിസാക്കുകയാണ്. ഇസ്തർഖി ലഹും, റുഖ്യ ആവശ്യപ്പെട്ടോളൂ, കുഴപ്പമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെളിവുകൾ പലപ്പോഴും ഉള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചത് വളരെ പ്രയാസത്തിലല്ലാതെ നീ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടാൻ പാടില്ല. അത്ര ഒരാളോട് ചോദിക്കാതെ മാറൂല എന്ന ഘട്ടത്തിൽ വരുമ്പോൾ മാത്രം
നമ്മൾ ആളോട് ചോദിക്കുക. അപ്പം നമ്മൾ ഈ 70,000 പുറത്തു പോവുകയില്ല എന്നാണ്. അപ്പം നമ്മൾ ഈ 70,000 പുറത്തു പോവുകയില്ല. അത്ര പ്രയാസമുണ്ടെങ്കിൽ, ഹാജത്തുൽ ഷദീദ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് നമ്മൾ ആൾക്കാരോട് ചോദിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ നമുക്ക് റുക്യ ചെയ്യുക. ഇതാണ് പരിപൂർണത. എന്നാൽ ഒരാൾ ഇങ്ങോട്ട് വന്ന് റുക്യ ചെയ്യുമ്പോൾ നമ്മൾ തടുക്കണോ? അത് വേണ്ടതില്ല. കാരണം നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മളെ അവസ്ഥ കണ്ടിട്ട് ഒരാൾ റുക്യ വന്ന് ചെയ്തു തരികയാണ്. അത് എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ഈ തവക്കുലിന് അല്ലെങ്കിൽ ഈ ഏറ്റവും 70,000 പെടാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് തടസ്സമാകുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പറഞ്ഞത് വല എക്തവൂൻ, അവർ കൈയിൻ്റെ കാര്യം പറയുന്നുണ്ട്. കൈ എന്ന് പറയുന്നത് സഹോദരങ്ങളെ ചൂട് വെച്ചുകൊണ്ടുള്ള ഒരു തരം ചികിത്സയാണ്, പൊള്ളിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പം ഇതിൻ്റെ ഹുക്മിനെ കുറിച്ചിട്ടും പല രൂപത്തിലുള്ള ചർച്ചകളുണ്ട്. ഇത് കറാഹത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ തെളിവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെയും പണ്ഡിതന്മാർ പറയുന്നത് ഇതും വളരെ അത്രയും ആവശ്യമുണ്ടാകുന്ന സമയത്തല്ലാതെ ഇത് ചെയ്യുകയില്ല എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരാൾ ശക്തമായ ആവശ്യമുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കേണ്ടതില്ല. ഒരാൾക്കത് അങ്ങനെയുള്ള ചികിത്സ ഉണ്ട് എങ്കിൽ അത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ പരിപൂർണമായി പരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഫഖാമ ഉക്കാശത്തുൽ മിഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, എന്നെ അക്കൂട്ടരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദുആ ചെയ്തതായി മറ്റു ചില റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ ഇജ്അൽഹു മിൻഹും. വേറെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലാഹുവെ ഇവനെ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തണമേ എന്ന്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതാണ് അൻത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പല അഭിപ്രായം പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അള്ളാഹു വഹിയെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടാകും, ഇവനെ ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ചയിൽ ഉക്കാശ റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ കണ്ടപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാകാം, അതിന് മുൻപന്തിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകാം. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഉക്കാശത്തുൽ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, അദ്ദേഹം ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. മരണം വരെയും ഏറ്റവും നല്ല പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന മഹാനായ ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സുമ്മ ഖാല റജുലുൻ ആഖർ, മറ്റൊരു മനുഷ്യനെ എഴുന്നേറ്റ് ചോദിച്ചു, ഫഖാല ദുഅല്ലാഹി യജ്അലനി മിൻഹും, എന്നെയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ഉൾപ്പെട്ടു എന്നോ ഉൾപ്പെട്ടിട്ടില്ല എന്നോ പറഞ്ഞിട്ടില്ല. അതിനും പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം ചിലപ്പോൾ മുനാഫിക്കോ മറ്റോ ആയിരിക്കാം. പണ്ഡിതന്മാർ പറഞ്ഞത് അത് ശരിയല്ല. കാരണം സ്വഹാബികളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളില്ല. ഇനി മുനാഫിക്കുകൾ അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാനൊന്നും ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ചിലപ്പോൾ അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുകയില്ല, എന്നാൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് നീ അത് കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരാളെ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അത് പെട്ടോ പെട്ടില്ലേ എന്ന കാര്യം പറയാതെ സബഖക ബിഹ ഉക്കാശ അതിനെ മുൻകടന്നിരിക്കുന്നു എന്ന ഉത്തരമാണ് നൽകിയത്. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇനി ഓരോരുത്തരും വന്നിങ്ങനെ ദുആ ചെയ്യാതിരിക്കാൻ, ഓരോ ദുആ ആവശ്യപ്പെടാതിരിക്കാൻ, ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതായിരിക്കാം. സബഖക ബിഹ ഉക്കാശ അതിന് മുൻകടന്നു എന്ന് പറഞ്ഞതായിരിക്കാം എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ പണ്ഡിതന്മാർ ഇതിൻ്റെ വേറെ ചില റിവായത്തുകളിൽ നിന്നും പറഞ്ഞത് ഈ 70,000 കുറിച്ച് ചില ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ 70,000 ഓരോ ആളുകൾക്കും വേറെ 70,000 ആളുകൾ അതിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഓരോ 70,000 വേറെ 70,000 ഉണ്ടാകും. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നാണ്. കേവലം 70,000 മാത്രമല്ല. കാരണം ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഓരോ ആളുകളുടെ കൂടെയും ഈ പറയുന്ന 70,000 ഉണ്ട്. അപ്പോൾ 70,000 ഗുണം 70,000 അത്രയും ആളുകൾ അതിനോടൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. വേറെ ചില റിവായത്തിൽ വന്നത് അതോടൊപ്പം വേറൊരു 70,000 കൂടി ഉണ്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം പിന്നെ ഒരു 70,000 കൂടി കൂടും. അതോടൊപ്പം ചില ഹദീസിൽ വന്നത് വസലാസു ഹസയാത്ത് മിൻ ഹസയാത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ 3 കോരൽ. ഹസയാത്ത് എന്ന് പറഞ്ഞാൽ 2 കൈകൊണ്ട് കോരലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കോരൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയില്ല. പക്ഷേ എൻ്റെ റബ്ബിൻ്റെ 3 കോരൽ കൂടി അതിനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം പണ്ഡിതന്മാർ പറയുന്നത് ഒരിക്കലും ഒരാൾ നിരാശരാകേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ആ 70,000 നമ്മൾ പെടുകയില്ല, കാരണം സ്വഹാബികൾ തന്നെ ലക്ഷക്കണക്കിനുണ്ടല്ലോ, നമ്മളെന്തായാലും ഇത് പെടും, നമ്മൾ ഈ പണിയെടുക്കേണ്ടതില്ല എന്ന് പിശാച് നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ നിരാശരാക്കും. നമ്മളതിന് പണിയെടുക്കേണ്ടതില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ് ഈ പറയുന്ന എണ്ണമൊക്കെ വന്നിട്ടുണ്ട്, അത്രയും വന്നിട്ടുണ്ട് ഈ ഉമ്മത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ ഈ ഏറ്റവും ഉന്നതമായ
തൗഹീദിൻ്റെ ഈ സാക്ഷാത്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമം തുടരുക തന്നെ ചെയ്യണം. നാം തുടക്കത്തിൽ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഹിസാബോ അദാബോ ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പാഠം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള കുറ്റങ്ങൾ, കുറവുകൾ, തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുമ്പോൾ ഒരു പാപക്കറയുമില്ലാതെ പൂർണ്ണമായ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷയും ഒരു അദാബും ഹിസാബും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.